സമയം കൊണ്ട് വലിയ ഒരു കർമ്മം ലളിതമായി എങ്ങനെ നമുക്കത് പഠിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ നാം നോക്കുന്നത്. ഇബ്രാഹിം നബി അങ്ങനെയായിരുന്നു, ഇസ്മായിൽ നബി ഇങ്ങനെയായിരുന്നു, റസൂലുള്ളാഹി അതൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല അല്ലേ? അപ്പം അതുകൊണ്ട് മുമ്പ് ഹജ്ജ് ഉംറക്കൊക്കെ പോയവർ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് അറിയണല്ലേ എന്ന നിലക്കൊരു വിരസത ഉണ്ടാകരുത്. പുതിയ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഴുവനും. പഴയ ആളുകൾക്ക് ഓർമ്മിക്കാനും പഠിക്കാനും പറ്റും. ആദ്യം തന്നെ ഹജ്ജ് എന്താണ് നോക്കിയട്ടെ. ഏതാ മാസം? ശവ്വാൽ. ശവ്വാല് 1 മുതൽ ദുൽഹിജ്ജ 10 വരെ, എന്ന് പറഞ്ഞാൽ 10-ാം രാവ് വരേക്കുള്ള സമയമാണ് അതിൻ്റെ സമയം. ഹജ്ജിൻ്റെ സമയമാണ്. അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്തുൻ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജി എന്ന ആയത്തിൽ അതാ പറഞ്ഞത്. അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്, പെരുന്നാളിൻ്റെ അന്ന് മുതൽ പിന്നെ ഹജ്ജാണ് തുടങ്ങി. അപ്പൊ ശവ്വാല് പറഞ്ഞട്ടെ, എൻ്റെ ഒപ്പം പറയണം. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 10 ഇതതിൻ്റെ വ്യാപ്തിയുള്ള സമയമാണ്. ഇനി ഹജ്ജ് എന്ന കർമ്മം നടക്കണത് ഞാൻ പറയാം. ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 ഈ 6 ദിവസങ്ങളിലെ പണിക്കായി പോണത് എന്ന് പറഞ്ഞാട്ടെ. ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 ഈ ദിവസങ്ങളിൽ മക്ക, മിന, അറഫ, മുസ്ദലിഫ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് 6ഉം 5ഉം 11 കർമ്മങ്ങൾ നിർബന്ധമായവ സമന്വയിപ്പിച്ച് ചെയ്യുന്ന ഒരു പരിപാടി, ഒരു അമലിൻ്റെ പേരാണ് ഹജ്ജ്. ഉംറക്ക് അതൊന്നും ഈ പറയപ്പെട്ടൊന്നുമില്ല. ഹജ്ജാകുമ്പോൾ അതിന് സ്ഥലകാലബോധം വേണം. അതൊക്കെ മക്ക വേണം, ഹറം ഷരീഫ്, കഅബ ഷരീഫ്, മിന വേണം, ഉംറക്ക് മിനയില്ല, അറഫ വേണം, മുസ്ദലിഫ വേണം. ഞാൻ ഉംറക്കൊക്കെ പോയതാണ് ഇവിടെ. എന്തിപ്പിഞ്ഞ് ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉംറ കച്ചവടം പഴുത്തു തുടങ്ങിയതാണ്. അതേ സമയത്ത് പഴയകാല ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ ഉംറ ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു. ഇപ്പൊ എങ്ങനെയെങ്കിലും തട്ടിയൊപ്പിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വള വിറ്റ ഉംറക്ക് പോകുന്ന കാശായി. അപ്പൊ ഉംറക്ക് ഇങ്ങോട്ട് പോയി വന്നു കഴിഞ്ഞാൽ ഹജ്ജിന് പോണ്ട എന്നൊരു തോന്നൽ വന്നു പോകരുത്. വന്നിട്ടല്ലേ ഞാൻ പറയണത്, വന്നു പോകരുത്. പലർക്കും ഉംറക്ക് പോയാൽ പടച്ചോനെ എങ്ങനെയെങ്കിലും ഹജ്ജിന് എത്തണം എന്ന മോഹം ഉണ്ടാകരുത്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ. അപ്പൊ നോക്കിയാൽ നമ്മള് ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 ഈ 6 ദിവസങ്ങളിൽ പരിശുദ്ധ കഅബ ശരീഫ് ഉൾപ്പെട്ട മക്ക, മിന, അറഫ, മുസ്ദലിഫ ഇതിനിടയിലുള്ള ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് 6ഉം 5ഉം 11 കാര്യങ്ങൾ സമന്വയിപ്പിച്ച് ചെയ്യുന്നൊരു കർമ്മം. നമ്മൾ നിസ്കാരത്തെ പറ്റി ഇങ്ങനെയൊക്കെ പറയാലോ, സുജൂദ്, റുക്വ ഇതെല്ലാം സമന്വയിപ്പിച്ച് ചെയ്യാന്ന് പറയുന്നത് പോലെ ഇതാണ് ഹജ്ജ്. അപ്പൊ നമുക്ക് ആ സ്ഥലം പഠിക്കണം. 6ഉം 5ഉം 11 കാര്യം പഠിച്ചേ പറ്റൂ. ഇത് വീണ്ടും പഠിച്ച ഹജ്ജായി. നോക്ക, നമ്മളൊരു കട്ടൻ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു കടും ചായ, കട്ടൻ ചായ എന്നല്ലേ പറയും, ഒരു കട്ടൻ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഉഷാറാവണേ. ഒരു കട്ടൻ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെല്ലാം മെറ്റീരിയൽ വേണം അതിന്? പാചായലാട്ടോ കട്ടൻ ചായ. വെള്ളം വേണം, ചായപ്പൊടി വേണം, പഞ്ചാര സുന്നത്തല്ലേ ഉള്ളൂ. എത്ര ആളാ പഞ്ചാര ഉണ്ട്? പഞ്ചാരില്ല അധികം ആളുകൾക്കും. പഞ്ചാര സുന്നത്താണ്. അതിൻ്റെ നിർബന്ധ ഘടകം അതേതാണ്? തിളച്ച വെള്ളം വേണം, തേയില വേണം. ഈ കോൺക്രീറ്റ് നടക്കണമെങ്കിൽ സിമന്റ് വേണം, മെറ്റൽ വേണം, കമ്പി വേണം. ഇത് 3ഉം അതിൻ്റെ റുക്കിനാണ്. എന്ന മാതിരി ഹജ്ജിന് 6 റുക്കിനുകളുണ്ട്.
ഞാനൊന്ന് ഒറ്റക്ക് പറയാം, എന്നിട്ട് നമുക്ക് കൂടി പറയാം. ഒന്ന് ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ നിൽക്കുക, 3 ഫറലായ തവാഫ് ചെയ്യുക, 4 സഈ ചെയ്യുക, 5 മുടി നീക്കുക, 6 ഇവയിൽ പ്രധാനപ്പെട്ടവ ക്രമപ്രകാരം ചെയ്യുക. കഴിഞ്ഞു. ഇതാണ് പഠിച്ചാൽ ഹജ്ജ് പഠിച്ചു. ഇത് നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയാൽ കണ്ണ് കെട്ടി വിട്ടാലും നിങ്ങൾ ഒറ്റക്ക് പോയി കർമ്മം ചെയ്തു വരും. ഒരു മൗലിയുടെ ആവശ്യവും വരില്ല. പക്ഷെ ഇത് പഠിക്കണം. ഇനി ഇതിലേക്ക് ഒരു 5 എണ്ണം വാജിബാത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 2 നിർബന്ധമാണ്, പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നുകൂടി പറഞ്ഞാട്ടെ. 1 ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ നിൽക്കുക, 3 ഫറലായ തവാഫ്. അങ്ങനെ തന്നെ പറയണത്. തവാഫ് പറയാതെയുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാൽ പോരാ. നിസ്കാരം സുന്നത്തുകാരുണ്ട്, ഫർള് നിസ്കാരമുണ്ട്, റവാത്തിബ് സുന്നത്തുണ്ട്, പെരുന്നാൾ നിസ്കാരമുണ്ട്, മഴയത്ത് വരുന്ന നിസ്കാരമുണ്ട്. എന്നതുപോലെ തവാഫ് എന്ന് പറഞ്ഞാൽ പല ജാതിയാണ്. അതിൽ ഫറലായ തവാഫ്, പിന്നെ സഈ ചെയ്യുക, മുടി നീക്കുക, പിന്നെ എല്ലാനുമല്ല ഇതിൽ പ്രധാനപ്പെട്ടവ തർത്തീബ് ക്രമപ്രകാരം ചെയ്യുക. ഈ 6 എണ്ണത്തിന്റെ പേര് റുക്ന് എന്നാണ്. അറബി പേരൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല. അത് നിർബന്ധമാണ്. അതില്ല ഉണ്ടാവൂല ഹജ്ജ്. ചായലില്ലെങ്കിൽ പിന്നെ കട്ടൻ ചായ ഇല്ല, തിളച്ച വെള്ളം ഇല്ലെങ്കിൽ കട്ടൻ ചായ ഇല്ല, കമ്പി ഇല്ലെങ്കിൽ കോൺക്രീറ്റ് ഇല്ല. ഇതുപോലെ അതിന്റെ മുഖ്യ ഘടകം, ഒരു നിലക്കും പരിഹരിക്കാൻ കഴിയാത്ത ഘടകം. എന്നാൽ ഇനി വാജിബാത്ത് എന്ന് പറയും. അങ്ങനല്ല. ഇതിൽ തർത്തീബ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ പറ്റിയതൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ വുദു ഉണ്ടാക്കുമ്പോൾ ആദ്യം കാല് കഴുകുക, പിന്നെ മുഖം കഴുകുക, പിന്നെ കൈ കഴുകുക. ഇത് പറ്റൂലല്ലോ. അവിടെ മുഖം തന്നെയാണ് ഫറള്. അത് കഴിഞ്ഞ് തലതടകി, എന്നിട്ട് ലാസ്റ്റ് കാല്. ഹജ്ജിന്റെ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം ഇഹ്റാമാകണം. നമ്മൾ ആദ്യം അറഫേക്കാണ് പോവുക, അവിടെ നിന്ന് ഇഹ്റാം കെട്ടാ, അത് പറ്റൂല. ആദ്യം ഇഹ്റാമാകണം. അറഫ കഴിഞ്ഞാലേ തവാഫ് പറ്റുള്ളൂ. അറഫയിൽ ഇപ്പൊ ഭയങ്കര തിരക്കല്ലേ, മക്കത്ത് ഇപ്പൊ ആരും ഉണ്ടാവൂല. എല്ലാവരും അറഫയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കഅബ അങ്ങോട്ട് ഹജറുൽ അസ്വദൊക്കെ ഒന്ന് മൊത്തിയത് മാത്രമല്ല കയറിട്ട് കെട്ടിക്കൊണ്ടുവരാൻ നോക്കാം എന്നും പറഞ്ഞ് തവാഫിലൂടെ വെക്കാൻ പറ്റൂല. തവാഫ് ചെയ്യണമെങ്കിൽ അറഫ കഴിയണം. അതാണ് തർത്തീബ് എന്ന് ഞാൻ പറഞ്ഞിട്ടാ. പിന്നെ അപ്പൊ നമുക്ക് നോക്കാം. 6 റുക്കിനെ ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് വാജിബാത്തുകൾ കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ഓറൽ പറഞ്ഞു പോകാം. ഇഹ്റാമാണ് റുക്കിന് അല്ലേ? അത് മീഖാത്തിൽ നിന്നാവുക. അതൊക്കെ നല്ല വിശദീകരണങ്ങൾ ഉള്ളതാട്ടോ. മീഖാത്തിൽ നിന്നാവുക ഒന്ന് വാജിബാത്ത്. 2 മുസ്ദലിഫയിൽ രാപ്പാർക്കുക. 3 അയ്യാമുത്ത് ശരീക്കിന്റെ രാവുകളിൽ മിനയിൽ രാപ്പാർക്കുക. 4 അതിന്റെ പകലുകളിൽ ജംറകളെ എറിയുക. 5 വദാഇന്റെ തവാഫ്. ഈ 6ഉം 5ഉം 11 കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒരു കർമ്മത്തിന്റെ പേര് ഹജ്ജ്. നമ്മൾ നോക്കാം. നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് മെയ് 15-ാം തീയതിയാണ് നമ്മൾ പുറപ്പെടുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അന്ന് നിങ്ങൾ രാവിലെ അതിന് മുമ്പ് തന്നെ പെട്ടിയും സാധനങ്ങളൊക്കെ റെഡിയാക്കും. അതിന്റെ ഷർത്തും പറലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. എല്ലാം അത്യാവശ്യ വേണ്ടപ്പെട്ട മുതലൊക്കെ റെഡിയാക്കി പെട്ടിയിലൊക്കെ വെച്ച് പിന്നെ ഒക്കെ സെറ്റപ്പാക്കി. ചൂട് കാലാട്ടോ, നല്ല ചൂടാണ്. ഇനി ഇവിടുത്തെ അങ്ങോട്ട് പെരുംചൂടാണ്. ഹജ്ജിലൊക്കെ നല്ല പൊരിഞ്ഞ ചൂടായിരിക്കും. ബേജാറാവണ്ട. ചൂടിന് അത്യാവശ്യമായ എന്തെങ്കിലും വല്ല കൂവപ്പൊടിയോ ഒക്കെ കൊണ്ടുപോകാം. മറ്റേ ഈ കസുകസ് ഉണ്ടല്ലോ, കറുത്ത കസുകസ്, അതൊന്നും ആരും കൊണ്ടുപോകാൻ നിൽക്കരുത്. കൂവപ്പൊടി കൊണ്ടുപോകാം. അത്തരം ചൂടിനെ തടുക്കാൻ ആവശ്യമായ ശാരീരിക ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തു വെച്ച് നിങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ എടുത്തു വെച്ച് റെഡിയാക്കുകയാണ്. ആദ്യം പെട്ടി തയ്യാറാക്കുമ്പോൾ എന്താ നിങ്ങൾ വെക്കുക? ഒരാളോട് ചോദിക്കണല്ലോ. ആദ്യം പെട്ടിയിൽ നിങ്ങൾ എന്താ വെക്കുക? ആണിനും പെണ്ണിനൊക്കെ മറുപടി അറിയാം. പെട്ടി റെഡിയാക്കുമ്പോ എന്താ നിങ്ങൾ ആദ്യം എടുത്ത് വെക്കുക? ഉറുമാപ്പൊടിയാ?
ഇഹ്റാം തുണിയാ. എന്താ വെക്കണ്ടേ? ഇഹ്റാം തുണി പെട്ടിയിൽ വെച്ച് ലഗേജിൽ വിട്ടാ പിന്നെ ഇഹ്റാം കെട്ടണ്ടേ? എന്തെങ്കിലും വെക്കുക. എന്നാ ഞാൻ പറയാ, ചിലർ പറയും മുസാഹിബ് ജബ ഇഹ്റാം തുണി 2 കിലോ ക്ഷമ. നല്ല ക്ഷമ വേണം. ഹജ്ജിന് പോണ ആളുകൾ അവിടെ ചെന്നിട്ട് അങ്ങനെ പോകാൻ മഴ ഒഴിയ തൊള്ളയിലിടാന്ന് വിചാരിച്ചാലും പോയിട്ട് കാര്യമില്ല. പല ജാതി പ്രതിസന്ധികളും വരുമ്പോൾ അവിടെയൊക്കെ മനസ്സ് പൊട്ടാതെ നാവടക്കി പണിയെടുക്കുമെന്ന് പണ്ട് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതുപോലെ നാവടക്കി അമല് ചെയ്യാനുള്ള ഒരു ക്ഷമ, അതാണ് ആദ്യം ബാഗിൽ എടുത്തു വെക്കേണ്ടത്. അതൊക്കെ റെഡിയാക്കി പിന്നെ നിങ്ങൾ പുറപ്പെടുന്ന അന്ന് രാവിലെ എന്നാണെങ്കിലും എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച്. അതെന്തിനാ സുന്നത്ത് നിസ്കാരം? ഒരു യാത്രയുടെ സുന്നത്ത് നിസ്കാരം. അത് ഹജ്ജാട്ടെ ഉംറയാട്ടെ ഗൾഫ് പോലാകട്ടെ, ദൂരം വഴിക്ക് എവിടെ പോകുമ്പോഴും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അവിടെ ഇരുന്ന് ആയത്തുൽ കുർസി ഓതി, ഒരു 3 പ്രാവശ്യം ലീലാഫി സൂറത്ത് ഓതി, കുടുംബാംഗങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ബിസ്മിൻ ചൊല്ലി നിങ്ങൾ ഇറങ്ങി എയർപോർട്ടിലെത്തുന്നു. ഒന്നുകിൽ ഗവൺമെന്റ് പറയുന്നിടത്ത്, അല്ലെങ്കിൽ പ്രൈവറ്റ് സംഘങ്ങളാണെങ്കിൽ അതിൻ്റെ ആളുകൾ പറയുന്ന പോയിന്റിൽ നിങ്ങൾ എത്തുന്നു. എന്നിട്ട് നിങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇഹ്റാം ചെയ്യുകയാണ്. എന്തിനാണ് സാധാരണഗതിയിൽ പോകുന്ന? എപ്പോഴാണ്? മെയ് 15 എന്ന് പറഞ്ഞാൽ മാസം ദുൽഖഅദ് 14-15 ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഹജ്ജ് എന്താണ്? ദിവസം എത്രയുണ്ട്? ഒരുപാട് ദിവസം ഉണ്ടല്ലോ, 10-20 ദിവസമുണ്ട്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ തന്നെ ഹജ്ജിന് ഇഹ്റാം കിട്ടുമോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സൗകര്യത്തിന് ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി പോകും. മക്കത്ത് ചെന്ന് ഉംറയൊക്കെ നിർവഹിച്ച് ചിലപ്പോൾ അന്ന് തന്നെ ആരെങ്കിലും പിറ്റേ ദിവസം മദീനത്തേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ഗവൺമെന്റ് രാജ്യമാരാണെങ്കിൽ പറഞ്ഞ് മക്കത്തേക്ക് കൊണ്ടുപോകുന്നല്ല, കഴിഞ്ഞ കൊല്ലം നേരെ മദീനത്തേക്കായിരുന്നു. ഇക്കൊല്ലത്തിന്റെ ഷെഡ്യൂൾ ഞാൻ അറിഞ്ഞിട്ടില്ല. മദീനത്തേക്ക് ആദ്യം കൊണ്ടുപോയി അവിടുന്ന് വരുമ്പോഴായിരിക്കും ഇഹ്റാം കെട്ടിപ്പോരുക. ഇങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ റൂട്ട് പഠിക്കുക. ഇവിടുന്ന് നമ്മൾ ഇഹ്റാം കെട്ടിപ്പോകുന്നത് ഉംറക്കാണ്. എന്നിട്ട് മക്കത്ത് ചെന്ന് ഉംറയൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങനെ പല ഉംറകളും ചെയ്ത് പലയിടത്തും കാണാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മദീന ഷരീഫിലേക്ക് പോയി ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ അവിടെ ഒരു 8-10 ദിവസം അവിടെ നിന്ന് അവിടെ നിന്ന് പോരുമ്പോൾ ഹജ്ജിന് ഇഹ്റാം കെട്ടിപ്പോരുന്ന ഒരു നടപടിയാണ് പ്രൈവറ്റ് സംഘങ്ങൾ 99% ആളുകളെ കൊണ്ട്, കേരളീയരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ നോക്കാം നമ്മൾ. ഗവൺമെന്റ് ഇതിൽ ചെറിയൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടാകുക. മക്കത്ത് എന്നതിന് ശേഷം മദീനത്തേക്ക് പോയി ചിലപ്പോൾ അവരും അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നേരെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നേരെ മദീനത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്ന ഈ രൂപത്തിന് ആദ്യം ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിപ്പോയി അവിടെ ചെന്ന് പിന്നെ ഹജ്ജ് ചെയ്യുന്ന രൂപത്തിനൊരു പേരുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാതെ എന്ന് പറഞ്ഞാട്ടെ, തമത്തു. എന്താണ് തമത്തു? നമ്മൾ ഊണ് കഴിക്കൂലേ? ചോറ് കഴിക്കാൻ ഇരിക്കുമ്പോൾ വെള്ളം എപ്പോഴാ കുടിക്കേണ്ടത്? ആദ്യം കുടിക്കണോ, ഇടയെ കുടിക്കണോ, ലാസ്റ്റ് കുടിക്കണോ? അതാൻ്റെ ചോദ്യം. ആദ്യം കുടിച്ചാ തമത്വമായി. അങ്ങനെയുണ്ട്. പിന്നെ ആദ്യം ചോറൊക്കെ തിന്ന് അത്യാവശ്യമായതിനു ശേഷം ലാസ്റ്റ് കുറെ നേരം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണമെങ്കിലോ അതിന്റെ പേര് ഇഫ്റാദ് എന്നാ പറയാ. എന്നാ മാതിരിയാ ഉംറ വെള്ളവും ചോറ് ഹജ്ജുമായി ഒരു ഉദാഹരണത്തിന് സങ്കല്പിച്ചാൽ നമ്മളിപ്പോ ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളത് ഉംറയാണ്. അത് വെള്ളം കുടിച്ചിരിക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കുക. അത് അതിന്റെ ശാസ്ത്രീയതയാണ്. ഏറ്റവും നല്ല ശാസ്ത്രീയത, ഏറ്റവും അഫ്ളലായ രൂപം ഏതാണെന്നറിയങ്ങള്? ഹജ്ജിന് ഇഹ്റാം കെട്ടിപ്പോവുക. അത് നമ്മളെ കൊണ്ട് കഴിയില്ല. എന്നിട്ട് അവിടെ ചെന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉംറ ചെയ്യുക. ആദ്യം വയറ് നിറച്ച് ചോറ് തിന്നുക, എന്നിട്ട് പിന്നെ കുറെ നേരം 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. അതാണ് ഭക്ഷണം കഴിക്കുന്നിടത്ത് ശാസ്ത്രീയമായ സെറ്റപ്പ്. അങ്ങനെയാ വേണ്ടത്. അതുപോലെ തന്നെ ഹജ്ജ് ആദ്യം ചെയ്യുകയും പിന്നെ ഉംറ ചെയ്യുകയും ചെയ്യുക എന്ന അഫ്ളലായ രൂപമാണ്. ആ രൂപമാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങള് നിർവഹിച്ചിട്ടുള്ളത്. അതെ, അങ്ങനെ പുറപ്പെട്ടു നമ്മൾ പരിശുദ്ധമായ മക്കയിലെത്തുന്നു. ഇനി നമുക്ക്
ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് ചെയ്ത രൂപം ഒന്നങ്ങോട്ട് ബുഖാരിന്റെ ഹദീസ് ഒന്നങ്ങോട്ട് വായിക്കാം നമുക്ക്. സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഹജ്ജ് ഫറലാകുന്നത് ഹിജറ 6-നാണ്. അക്കൊല്ലം നബി പോയിട്ടില്ല. നബി മദീനത്താണ്. 7-ന് പോയിട്ടില്ല, 8-ന് പോയിട്ടില്ല, 9-ന് പോയിട്ടില്ല. 10-നാണ് ഹിജറാബ്ദം 10-നാണ് മുത്തുനബി പോകുന്നത് ഹജ്ജിന്. അതിനു മുമ്പ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജ് ഹിജറയുടെ 9-ാം കൊല്ലം ഹജ്ജിന് അമീറായി ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. 10-ാം കൊല്ലം വന്നപ്പോ ആദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി പരസ്യപ്പെടുത്തി, ഞാൻ ഇക്കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്, പോരുന്നവരൊക്കെ റെഡിയായിക്കോളൂ. 1,00,000 ചില്ലാനം ഹാജിമാര് സ്വഹാബത്തെ കിറാം റെഡിയായി പോകാൻ. അങ്ങനെ നാട്ടിലത്തെ ഉസ്താദ് പോകുന്ന കേട്ടാൽ ആ ഉസ്താദിലൂടെ ഞാനും പോകാം എന്നൊരു താല്പര്യം ഉണ്ടാകലുണ്ടല്ലോ. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടപ്പോ 1,00,000-ലധികം സ്വഹാബികൾ തയ്യാറായി. 1,14,000 സ്വഹാബിമാര്. എന്നിട്ട് നോക്കണം, ഹിജറാബ്ദം 10, ദുൽഖഅദ 24, ഞായറാഴ്ച വ്യാഴാഴ്ച ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് മദീനത്ത് നിന്ന് പുറപ്പെടുകയാണ്. എന്നാ ഹിജറാബ്ദം 10, ദുൽഖഅദ 24, വ്യാഴാഴ്ച ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹിയും സ്വഹാബത്തും പുറപ്പെട്ടു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അബിയാർ അലി എന്ന് പഴയ പേരും ദുൽഹുലൈബ എന്ന് പുതിയ പേരുമുള്ള സ്ഥലത്തെത്തിയപ്പോ കുറെ ആളുകൾ ഹജ്ജിന് ഹെറാൻ കെട്ടി, കുറെ ആളുകൾ ഉംറക്ക് ഹെറാൻ കെട്ടി, കുറെ ആളുകൾ ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഹെറാൻ കെട്ടി. ഈ 3 രൂപത്തിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ സമയം നോക്കി ഷെഡ്യൂൾ അനുസരിച്ച് ആദ്യം ഉംറക്ക് ഹെറാൻ കെട്ടി പിന്നെ ഹജ്ജിന് ഹെറാൻ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂല് പോയത്, അത് പല അഭിപ്രായങ്ങളും അതിലുണ്ടെങ്കിലും ഇമാം നബി തങ്ങളൊക്കെ മുഅ്തമറാക്കിയത് റസൂലുള്ളാഹി ഹജ്ജിനാണ് ഇഹ്റാം കെട്ടിയത്. എന്നിട്ട് യാത്ര ചെയ്യുക മക്കത്തേക്ക് 10 ദിവസം. എത്ര ദിവസം? നടന്നാ പോണത്. കുറഞ്ഞ ആളുകൾക്ക് വാഹനമുണ്ട്. 10 ദിവസം യാത്ര ചെയ്ത് പരിശുദ്ധ മക്കത്തെത്തി. അവിടെ എത്തുമ്പോ അന്ന് ദുൽഹിജ്ജ 4 ഞായറാഴ്ച ളുഹ്റിനാണ് മക്കത്തെത്തിയത്. 10 ദിവസത്തെ യാത്രയാണ്. ഇന്നിപ്പോ ഇവിടുന്ന് കരിപ്പൂരിന്ന് വിമാനത്തിനോട് കയറിയിരുന്ന് ജിദ്ദയിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഉമ്മമാര് പർദ്ദന്റെ പോക്കറ്റിൽ കൈയിട്ട് മൊബൈൽ എടുത്തിട്ട് കുട്ടികളെ ഞാനിവിടെ എത്തിക്കുന്നിട്ടാ ഫോൺ ചെയ്തു. കഴിഞ്ഞ പണി അത്രയേ ഉള്ളൂ. 5.5 മണിക്കൂറേ യാത്രയേ ഉള്ളൂ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ യാത്ര 10 ദിവസം. പൂർണ്ണ ഗർഭിണികൾ ആ കൂട്ടത്തിലുണ്ട്, പ്രായമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും നടക്കുക തന്നെയാണ്. നടന്ന് ദുൽഹിജ്ജ 4 ഞായറാഴ്ച ളുഹ്റിന് മക്കത്തെത്തി. ഇനി ഇവിടെ നിന്നിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ ഹജ്ജിന്റെ ക്രമങ്ങളാണ് ഫുഖഹാക്കന്മാർ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അസ്ഹാബൊക്കെ നോക്കിയിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇറങ്ങി. എവിടെ എത്തി? എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇഹ്റാം കെട്ടി. എന്തിന്? ഉംറക്ക്. അങ്ങനെ വിമാനം അങ്ങോട്ട് പറന്നു പോയി. പിന്നെ നമ്മൾ എത്തുന്നത് എവിടെ? ജിദ്ദയിലെത്തി. അവിടെ നിന്ന് വേഗം നമ്മൾ മക്കത്തെത്തുകയാണ്. ഇപ്പൊ ഇഹ്റാം കെട്ടിയാല് നമ്മൾ നേരത്തെ ഹജ്ജിന്റെ റുക്നും പറഞ്ഞും പഠിച്ചിരിക്കണം. അതിലേറെ പ്രാധാന്യത്തോടെ പഠിച്ചിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു 5-6 കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്നും കേൾക്കാം. നമ്മൾ ഇഹ്റാം കെട്ടിയാലോ, ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് കുറെ കാര്യം ഹറാമായി. നിസ്കാരത്തിൽ തക്ബീറത്ത് ഇഹ്റാം കെട്ടി, പിന്നെ എന്ത് പറ്റൂല? പോക്കറ്റിൽ നിന്ന് കടലൊക്കെ എടുത്ത് തിന്നാൻ പറ്റൂല. പോക്കറ്റിൽ കടലൊക്കെ സാൻഡ്വിച്ചൊക്കെ പോക്കറ്റിൽ വെച്ചിട്ട് എടുത്ത് നിൽക്കാൻ കെട്ടി. എല്ലാവരും സുജൂദ് പോയപ്പോൾ മൂപ്പര് സാൻഡ്വിച്ച് കഴിച്ച്. നിസ്കാരാവോ? നിസ്കാരാവൂല. സംഗതി തീറ്റ ഹലാലല്ലേ? ഹലാലാണ്. പക്ഷെ ഇപ്പൊ ഹറാമായി. എന്നതുപോലെ നമ്മൾ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം കെട്ടിയാൽ ചില കാര്യങ്ങൾ ഹറാമാണ്. അതിന്റെ പേര് ഇഹ്റാമിൽ ഹറാമാകുന്ന കാര്യങ്ങൾ എന്നാണ്. അത് പഠിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ എടുക്കണ പണിയോണ്ട് ഒരു കാര്യമില്ല. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, മൻ ഒരാള് ഹജ്ജിന് ഇഹ്റാം കെട്ടി അല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം കെട്ടി, എന്നിട്ട് മൻ ഹജ്ജ ഒരാൾ ഹജ്ജിന് ഇഹ്റാം കെട്ടി, എന്നിട്ടോ അത് മുതൽ അയാള്
ഒരു ഹറാമിട്ട് ചെയ്തില്ല, ഹറാമല്ലെങ്കിലും മോശമായതൊന്നും ചെയ്തില്ല എങ്കിൽ തന്റെ ഉമ്മ തന്നെ പ്രസവിച്ച ദിവസം എത്ര പരമ പരിശുദ്ധിയാണോ അതുപോലെയാകും. ഫലം യർഫുസ് വലം യഫ്സുഖ്. അതിന് പറഞ്ഞ ഇഹ്റാം കെട്ടിയത് മുതൽ ലം യർഫുസ് ഹറാമൊന്നും ചെയ്തില്ല, വലം യഫ്സുഖ് ഫിസ്കായ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കണം. അതിനെന്ത് വേണമെന്നറിയോ? ഇഹ്റാം കെട്ടിയാൽ പിന്നെ നമ്മൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വസ്ത്രത്തിൽ ചില നിബന്ധനകൾ വന്നു. അതെന്താ? ആണിന് തല മറക്കാൻ പറ്റൂല, ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങളൊന്നും പറ്റൂല. നിങ്ങൾക്ക് സംശയം ഇടക്കിടക്കന്നെ ചോദിച്ചു പോയിക്കോളിട്ടാ. എന്നാ ലാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും, എനിക്ക് സമയമാകുമ്പോൾ ഞാൻ പോവുകയും ചെയ്യും. അപ്പോ ചുറ്റിത്തുന്നപ്പെട്ട നമ്മളെ ശരീരത്തിന്റെ ശരീരത്തിനോ അനുസരിച്ച് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങൾ പറ്റൂല ഇഹ്റാം കെട്ടിയ. പിന്നെ എന്താ പറ്റുക? ഒരു തുണി ഉടുക്കാനും ഒരു തുണി മേൽക്കൂടെ പുതക്കാനും ഇതേ പറ്റുള്ളൂ. തല മൂടാൻ പറ്റൂല. ഈ മേൽക്കൂടെ ഇട്ട മുണ്ട് അത് ഉടുത്ത തുണിന്റെ ഉള്ളിലേക്ക് തിരികെ വെക്കാൻ പറ്റൂല. അത് രണ്ടും പാടെ ബട്ടൺസ് ഇടാൻ പറ്റൂല. അതും ഇതും പാടെ പിന്ന് കൊടുക്കാൻ പറ്റൂല, സിബ് വെക്കാൻ പറ്റൂല. അത് ഓപ്പൺ ആയിട്ട് ഇടാൻ മാത്രമേ പാടുള്ളൂ. ഇതാണ് ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്കോ മുഖം മറക്കാൻ പറ്റൂല. കയ്യുറ എന്നതൊരു വസ്ത്രമാണ്, അത് പറ്റൂല. നിങ്ങളാരും അഡ്വക്കറ്റുമാരൊന്നുമല്ല, ജഡ്ജിമാരുമല്ല, സാധാരണ മനുഷ്യന്മാരെ നമ്മളെല്ലാവരും. ഏതൊരു സാധാരണക്കാരനും തിരിയും ഇഹ്റാം കെട്ടിയാ പിന്നെ മുഖം മറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇഹ്റാമല്ലാത്തപ്പോൾ മുഖം മറക്കണമെന്ന് വേറെ അതിന്റെ അപ്പുറത്ത് വല്ലതും പഠിക്കാൻ എന്താ? ഇതാണ് പെണ്ണുങ്ങളുടെ വേഷം. ഒന്ന്. രണ്ടാമതായി സ്ത്രീകൾ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഹജ്ജിന് കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു 6 ജോഡി 7 ജോഡി സോക്സ് വാങ്ങിക്കൊടുക്കണം. ഒന്നും രണ്ടൊന്നും പോലെ, ഒരേഴെണ്ണെങ്കിലും വേണം. സോക്സ് എന്ന് പറഞ്ഞാൽ ആ സാധനം കാലുമിട്ട് കാല് വേർത്താൻ നാറ്റടിക്കും. അപ്പൊ ഒരു സോക്സ് കാലുമിട്ടൊന്ന് പോയി തവാപം ചെയ്ത് വരുമ്പോഴത്തേനും അതും കഴിഞ്ഞു. അപ്പൊ അടുത്ത് ഇടാനാകണം. അത് ഏറ്റവും മുന്തിയ വിലപിടിപ്പുള്ളത് വാങ്ങണം. കുഞ്ഞുമക്കൾക്ക് വസ്ത്രം വാങ്ങുമ്പോഴും വലിയവർക്ക് അടിവസ്ത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും വില കുറഞ്ഞത് വാങ്ങരുത്. അത് ചീപ്പായിരിക്കും. അതുകൊണ്ട് ചൊറിച്ചിലും പലജാതി രോഗങ്ങളും വരും. ഏറ്റവും വിലപിടിപ്പുള്ള നല്ല മുന്തിയ സാധനം. വില മാത്രം നോക്കിയാൽ പോരാ, ക്വാളിറ്റി നോക്കണം. ഇരിക്കട്ടെ. അപ്പോ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലുമ്മൽ സോക്സ് ഉണ്ട്, അവർക്ക് അവരുടേതായ പർദ്ദയുണ്ട്. ഇഹ്റാം ചെയ്തത് മുതൽ പിന്നെ വിമാനത്തിലോ അവിടെ എത്തിയിട്ട് ഉംറ അല്ലെങ്കിൽ ഹജ്ജ് കഴിയുന്നത് വരെ മുഖം മറക്കാൻ പാടില്ല. പിന്നെ കയ്യുറ എന്നത് അവരുടെ വസ്ത്രമാണ്, അത് പറ്റൂല. കയ്യുമൊരു മുറിവുണ്ടായി, അപ്പൊ ബാൻഡേജ് ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഇരിക്കട്ടെ. അതായത് പിന്നെ ഇങ്ങനെ മുഖം മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് നമ്മളെ സ്ത്രീകളൊക്കെ മുഖം മറച്ച് ശീലിച്ചവരാ. ഇപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കേണ്ടി, ഒരൊറ്റ ഒന്നിന് മുഖം തുറന്നിട്ടുണ്ടാവില്ല. അതപ്പം എല്ലാവരും അങ്ങനെ ശീലിച്ചവരായതുകൊണ്ട് പിന്നെ അവർക്ക് ഈ ഇഹ്റാമില് തവാബൊക്കെ ചെയ്യുമ്പോ ആണുങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോ വല്ലാത്തൊരു പ്രയാസമായിരിക്കും. അങ്ങനെ പ്രയാസം ഒരു പെൺപറന്നോക്ക് ഉണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ നെറ്റിയിലേക്ക് വെയിലടിക്കാതിരിക്കാൻ വെക്കണ ഈ തൊപ്പി, ആ തൊപ്പി തലയിൽ വെച്ചിട്ട് അതുമ്പോ കൂടെ ഈ നമ്മുടെ നിഖാബ് താത്തിയിടാൻ, മുഖത്ത് തട്ടരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ വസ്ത്രം ആയി. രണ്ടാമത്തത്, സമയപരിധിയാണ് എന്നെ വെപ്രാളപ്പെടുത്തുന്നത്. രണ്ടാമത്തത് പിന്നെ സുഗന്ധദ്രവ്യങ്ങളൊന്നും പറ്റൂല. ഇഹ്റാം കെട്ടിയാൽ പിന്നെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നത് വരെ സുഗന്ധദ്രവ്യങ്ങൾ ഒന്നും പറ്റൂല. വിമാനത്തിൽ കയറിയിട്ട് ചിലപ്പോൾ വല്ല സാപ്പാടുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ, ഭക്ഷണമുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ കൈ തുടക്കാൻ തരുന്ന കർച്ചീഫ് ഉണ്ടെങ്കിൽ, അതിൽ അത്തറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മോനെ വിശക്കനുണ്ടല്ലോ, ഒരു ഹോട്ടലിൽ കയറി എന്തോ ചോറൊക്കെ മേടിച്ച് തിന്ന്, മന്തിയോ എന്തൊക്കെ മേടിച്ച് തിന്ന്, അപ്പൊ അവിടെ കൈ കഴുകാൻ ചെന്ന് നോക്കുമ്പോൾ സോപ്പ് വെച്ചിട്ടുണ്ട്. സുഗന്ധ സോപ്പാണെങ്കിൽ തൊടാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ പോണ വഴിക്ക് ജിദ്ദയിൽ മക്കള് കാത്തു നിന്നിരുന്നു.
മക്കൾ വാപ്പയമ്മ അച്ഛനെ വരില്ലേ എന്ന് വിചാരിച്ചിട്ട് അവരെ വേഗം റൂമിൽ കൊണ്ടുപോയി റൂമിൽ നല്ല ബെഡ്ഷീറ്റൊക്കെ വിട്ടിട്ട് ബെഡ്ഷീറ്റുമിലൊക്കെ നല്ല പെർഫ്യൂമൊക്കെ അടിച്ചിട്ടുണ്ട്, അത് മിരിക്കാൻ പറ്റൂല, എടുത്ത് മാറ്റണം. ഇങ്ങനെ നമ്മൾ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉപയോഗിക്കുന്ന സ്ഥലത്തോ സുഗന്ധം പറ്റില്ല. ശരീരത്തിൽ പറ്റൂല, വസ്ത്രത്തിൽ പറ്റൂല, ഉപയോഗിക്കുന്ന സ്ഥലത്തും പറ്റൂല. ഇത് മുഹരിം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാഞ്ഞാൽ പിന്നെ ഹജ്ജോണ്ടും എംറോണ്ടും ഇഹ്റാമോണ്ടും എന്ത് കാര്യമുള്ളത്? രണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഈ ഗൾഫിൽ നിന്നൊക്കെ പറഞ്ഞ കുട്ടികൾ തലവേദനയൊക്കെ പറഞ്ഞ ഒരു പച്ചത്തൈലം കൊണ്ടുവരില്ല, അതിന്റെ പേരെന്താണ്? കോടാലി. ഒരു കോടാലി തന്നെയാണത്, തലവേദനയെ വെട്ടിപ്പൊടിക്കുന്ന സാധനമാണ് അത്. അത് പല്ലുവേദനക്ക് വെക്കും, തലവേദനക്ക് വെക്കും, പരട്ടും. അത് പരത്തി കൂടെ ഒരു ഉമ്മാക്ക് തലവേദന, അപ്പൊ കോടാലി ബാഗിലുണ്ട്. ആ കോടാലി തൈലം അല്പം എടുത്ത് നല്ല സുഗന്ധം ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും, അതെടുത്ത് അല്പം പരത്തി കൂടെ. എന്താ വേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണം. തെറ്റാൻ ശരിയാ, ഞാൻ നിങ്ങളെ പരീക്ഷിക്കല്ല, നിങ്ങളൊന്ന് ഉണർത്തുകയാണ്. ഉച്ചനല്ലേ ഉറങ്ങാതിരിക്കാൻ. പരട്ടാം. എന്തുകൊണ്ട്? ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ കോടാലിത്തേലും പറ്റിയ പോലെ ഉണ്ടാവും. ആരും കല്യാണത്തിന് പോകുമ്പോൾ ആരും കോടാലിത്തേലും പറ്റൂല, മരുന്നല്ലേ. അപ്പൊ മരുന്നായി ഉപയോഗിക്കുന്നതിൽ, ഭക്ഷണമായി ഉപയോഗിക്കുന്നതിൽ സുഗന്ധമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഏലക്കായ, കറയാമ്പട്ട, ഇങ്ങനെയുള്ള വല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളാണ്, അതോടൊന്നും കുഴപ്പമില്ല. മക്കത്ത് ചെന്ന് നമ്മൾ വേറൊരു ഉംറക്ക് പോകുകയാണ്. അപ്പോ ഒരു കിറ്റില് വസ്ത്രങ്ങളൊക്കെ ആക്കി പോയി, കിറ്റില് സോപ്പുണ്ട്, അത്തരം കുപ്പിയുണ്ട്, ഇതൊക്കെ പാടെയായിട്ട് തെന്നീമിലേക്കോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി അവിടുന്ന് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞപ്പോ അത്തരം കുപ്പി തുറന്ന് കുറച്ച് അത്തരം എടുത്ത് മേത്തൊക്കെ പുരട്ടി, അതൊക്കെ സുന്നത്താണ്. അതൊക്കെ ചെയ്ത് അങ്ങനെ അയാൾ തിരിച്ചു വരുമ്പോ ഇതിൽ അത്തരം കുപ്പിയുണ്ട്, സോപ്പുണ്ട്, ഇത് പറ്റുമോ? പറ്റും. അത്തരം കുപ്പിക്ക് കോർക്കിട്ടാ മതി, കാർക്കിട്ട് അടച്ചാൽ മതി, തുറന്നു വെക്കാഞ്ഞാൽ മതി. നമ്മൾ മക്കത്തോ മറ്റോ എത്തിയപ്പോ ഒരു അത്രയൊക്കെ വിൽക്കണ കടയിൽ കയറുക, അത്ര കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? എല്ലാവരും കൈ നീട്ടി കൊടുക്കും. അയാൾ ഞാൻ സാമ്പിൾ പരത്തി തരും. ഇത് മുഹരിം ചെയ്യാൻ പാടില്ല. ഒന്നുകൂടി പറയാം, പരിശുദ്ധ കഅബ ശരീഫിന്മേൽ എല്ലാ നിസ്കാര സമയത്തും അറബികള് നല്ല അത്ര തേക്കും. നമ്മൾ തേച്ചാ വേഗം ജയിലിൽ പോകും. അതിന് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട്, അവരാണ് തേക്കുക. നമ്മളെ പണി എന്താ അറിയോ? അറബികൾ തേച്ച് അത് കഴിഞ്ഞ ഉടനെ പോയിട്ട് നമ്മൾ തുടച്ചെടുക്കും. അത് പാടില്ല, ഹറാമാണ്. കഅബത്തുമ്മൽ പൂശിയ അത്തറ് നമ്മൾ ഇങ്ങോട്ട് തേച്ചെടുക്കൽ ഹറാമാണ്. പിന്നെ ഇഹ്റാമിലാണെങ്കിലോ പറയാനുമില്ല. ഇനി വേറൊന്ന് പറയട്ടെ, നമുക്ക് കുറച്ച് അത്തറ് പരട്ടിയിട്ട് തബറുക്കിന് ഒരു ഇഹ്റാം തുണിയോ ഒരു മുസല്ലയോ ഒക്കെ കഅബ ശരീഫ് അല്ലാഹുവിന്റെ മുബാറക്കായ വീടല്ലേ. ജമാഅത്തുകാരോ മുജാഹിദുകളൊക്കെ ആണെങ്കിൽ പറയും, എന്താ ഈ തുന്നിയുടെ പരിപാടി, ഇവർക്ക് എന്താ കഅബൻ തുടച്ച് മുസല്ല കൊണ്ടുവരിക എന്നിട്ട് നിക്കരിക്കുക, അത് ബർക്കത്താണല്ലോ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. കഅബ ശരീഫ് ബറക്കത്താക്കപ്പെട്ട ഭവനമാണ്. അപ്പോൾ ആ ഭവനം ഒന്ന് തൊട്ടത് കൊണ്ടോ തടവിയത് കൊണ്ടോ കുഴപ്പമില്ല, അത് ഖുർആനാണ്. അപ്പോ കഅബ ശരീഫിൽ നമ്മൾ അത്ര അങ്ങോട്ട് പുരട്ടിയിട്ട് മുസല്ല കൊണ്ടോ മറ്റോ തുടച്ചെടുക്കാം, അല്ലെങ്കിൽ തുടച്ച് നമ്മൾ മേത്തൊക്കെ പുരട്ടാം. അല്ലാതെ അവിടെ തേക്കുന്നത് കൊണ്ടുവരൽ ഹറാമാണ്. ഏതുപോലെ ഹറമിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മൺപാത്രങ്ങളും കല്ലുകളും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരൽ ഹറാമായതുപോലെ ചില ആളുകളുടെ ബിനയിലെ കല്ലെറിഞ്ഞിട്ട് കുറച്ച് കാലിൽ ബാക്കിയുണ്ടെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഷോക്കേസിൽ വെക്കണം, എൻ്റെ സ്മരണക്കും വേണ്ടി, ഹജ്ജിൻ്റെ സ്മരണക്ക് വേണ്ടി ഒരു പാത്രത്തിലാക്കിയിട്ട് ഷോക്കേസിൽ വെക്കണം എന്ന് പറഞ്ഞ് കല്ലുകളൊക്കെ കൊണ്ടുവന്നും മുടിഞ്ഞ് പാപ്പറായി പോകും. ഹറമിലെ കല്ലും മണ്ണും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല, ഇവിടുത്തെ കല്ലും മണ്ണും അങ്ങോട്ട് കൊണ്ടുപോകാനും പാടില്ല. ഇരിക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒന്ന് ഞാൻ ഹറാമായ കാര്യങ്ങൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് വസ്ത്രം, അല്ലേ? ഉറക്കനെ പറയും. ഒന്ന് പുരുഷന്മാർക്ക് തലമറക്കലും ശരീരത്തിൻ്റെയോ അവയവത്തിൻ്റെയോ ആകൃതിക്കനുസരിച്ച് ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ധരിക്കലും, സ്ത്രീകൾക്ക് മുഖം മറക്കലും കയ്യുറ ധരിക്കലും. രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രത്തിലോ
ശരീരത്തിലോ ഉപയോഗിക്കുന്ന സ്ഥലത്തോ സുഗന്ധം ഉപയോഗിക്കൽ. ഇനി 3, ശരീരത്തിൽ നിന്ന് രോമവും നഖവും കൊഴിക്കൽ. കൊഴിയലല്ല, കൊഴിക്കലാണ്. അപ്പൊ നമ്മൾ ഇഹ്റാം കിട്ടിയാൽ പിന്നെ മുടി ചീകാൻ പാടില്ല, കുളിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ 3-5 ദിവസമൊക്കെ ചിലപ്പോൾ ഇഹ്റാമിലുണ്ടാവും ഹജ്ജിൽ. അപ്പൊ കുളിക്കണ്ടേ? കുളിക്കാം. കുളിച്ചു കഴിഞ്ഞാൽ തല മുണ്ടോണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കണം വെള്ളം. തല നന്നായിട്ടാണ് തോർത്തി മുടികൾ പോന്നു കഴിഞ്ഞാൽ അതിന് ഫിദി കൊടുക്കേണ്ടി വരും. പെണ്ണുങ്ങളാണ് കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. പെണ്ണുങ്ങൾ ഈ 3-4-5 മണിക്കൂർത്തെ വിമാനയാത്രയും അതിന് മുമ്പ് പോകാനുള്ള ഒരുക്കവും ടെൻഷനും ബേജാറും വെപ്രാളവും ഒക്കെ പാടെ കൂടി മക്കത്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ റൂം അത് കാണിച്ചു കൊടുത്ത റൂമിലൊന്ന് കയറി ഇരുന്നിട്ട് ആദ്യം തന്നെ തലയിലത്തെ മുണ്ട് കൊണ്ട് മാറ്റി, പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇട്ടിട്ട് പിന്നെ അവർ തല ഒരു മാന്തലുണ്ട് അല്ലേ, ആ മാന്തലിന് മുടി പോന്നാൽ ഇഹ്റാമിലല്ലേ മുടി പോന്നാൽ ഫിദിയ കൊടുക്കേണ്ടി വരും. അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല, ഒരു ഇളവുമില്ല. ബാക്കിയുള്ളതിനൊക്കെ പല ഇളവുകളുള്ളൂ, ഇതിന് ഒരു ഇളവുമില്ല. ഫിദിയ കൊടുത്തേ പറ്റൂ. ഒരേ സമയം ഒരേ സ്ഥലത്ത് വെച്ച് 3 അതിലധികമോ മുടി മാന്തിക്കൊഴിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാട്, ആടിനെ കൊടുക്കണമെങ്കിൽ ആട് കൊടുക്കുക, അല്ലെങ്കിൽ അരി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നോമ്പ് കൊടുക്കുക, 3 ചെയ്യാം. ഇതാണ് അതിന്റെ ഫിദിയ. അപ്പൊ ഇരിക്കട്ടെ, 3-മത്തെ എന്താണ്? ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും രോമവും നഖവും കൊഴിക്കൽ. നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റിട്ട് ടോർച്ചടിച്ച് നോക്കുകയാണ് തലയോണിമ വല്ല മുടിയേറ്റുണ്ടോന്ന്. അങ്ങനെ നോക്കണ്ട, അത് സ്വാഭാവികമായി കൊഴിഞ്ഞു പോയതാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് കൊഴിയരുത്. അതാണ് ഞാൻ പറഞ്ഞ ചീകല്, തോർത്തല്, മാന്തല്, ഇതുകൊണ്ടൊന്നും മുടി കൊഴിക്കാൻ പാടില്ല. ഞാൻ മുമ്പ് അബുദാബിയിൽ നിന്ന് കുറേ പ്രാവശ്യം ഹജ്ജിന് കൊണ്ടിരുന്ന ICF തന്നെ. അങ്ങനെ പോകുമ്പോൾ അവിടെ 40 ദിവസമാണ് മേറുബനി യൂസുഫ് പള്ളിയിൽ ഹജ്ജ് ക്ലാസ് ദർശനം നടത്തൽ. 40 ദിവസം പെണ്ണുങ്ങൾക്ക് ഒരു വീട്ടിൽ വെച്ച് നടത്തും, ആണുങ്ങൾക്ക് പള്ളിയിൽ വെച്ചും. 10-200 ആളുണ്ടാവും. 4 ബസ് 5 ബസ് ആളുണ്ടാവും. അതിനൊക്കെ ആളുണ്ടാവും, മറ്റുള്ളവർ കേൾക്കാനും ഉണ്ടാവും. അങ്ങനെ ഈ മുടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഓറൽ പറച്ചിലൊന്നുമല്ല, നന്നായി വിശദീകരിച്ചൊക്കെ പറയും. 40 ദിവസം ദർശനം നടത്തല്ലേ. അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ ഇവിടെയുള്ള രണ്ടത്താനിയ ഭാഗത്തുള്ള ഒരു മനുഷ്യൻ, അയാൾ പേടിച്ചു പോയി. അയാൾ യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസം ശരീരം മൊത്തം അങ്ങോട്ട് പഠിച്ച്, തല പഠിച്ച്, മീശ പഠിച്ച്, താടി പഠിച്ച്, തൊക്ക് പഠിച്ച്, പിന്നെ അള്ള പറിച്ചത് മുഴുവൻ പഠിച്ച്. എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തമാശക്കാരൻ പറഞ്ഞു, ഇപ്പൊ ഉമ്മ പെറ്റ മോനെ പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പ്രവൃത്തിപരമായി മുടി കൊഴിയരുത്, സ്വമേധയെ കൊഴിഞ്ഞു പോയിക്കോട്ടെ, ഇരിക്കട്ടെ. നഖം അങ്ങനെ തന്നെ. ചില ആളുകൾ ചോദിക്കും, മിനേന്നൊക്കെ ചോദിക്കണ കാലിന്റെ ഉപ്പൂറ്റി പൊട്ടിയിട്ട് ഇങ്ങനെ തൊലി അടന്ന് നിൽക്കുന്നുണ്ട്, അതിന് വല്ല ഒരു കുഴപ്പമില്ല, തൊലി കളയാൻ പാടില്ല എന്നും വിൽക്കാൻ പാടില്ല എന്നും എവിടെ നിയമല്ല. നഖവും മുടിയും കൊഴിക്കരുത്. ഇത്രയും 3. 4, തലയിലും താടിയിലും എണ്ണ പുരട്ടരുത്. കൈമ പുരട്ടാം, കാലുമ പുരട്ടാം, നെഞ്ചത്ത് പുരട്ടാം, ശരീരത്തിൽ പുരട്ടാം, എവിടെയും പുരട്ടാം. അതിലിപ്പോൾ സ്ത്രീകൾക്കാണ് ചിലപ്പോൾ വിഷമം ഉണ്ടാകുക. 4-5 ദിവസമൊക്കെ ഇഹ്റാമിലാവുമ്പോൾ പെണ്ണുങ്ങൾക്ക് തലയിൽ അല്പം ഒന്ന് എണ്ണ തേക്കാഞ്ഞാൽ, അല്പം ഒരു എണ്ണ തലയിൽ നെറുകയിലിടാഞ്ഞാൽ അവയ്ക്ക് വലിയ വിഷമമായിരിക്കും. പക്ഷെ ചെയ്യാൻ പാടില്ല, ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ല. താടിയിലും തലയിലും എണ്ണ പുരട്ടരുത്. അപ്പൊ ഹോട്ടലിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ കൈമ എണ്ണ ഉണ്ടാവും. ഇപ്പം എണ്ണച്ചോറില്ലാത്ത ചോറ് കിട്ടുമല്ലോ. അപ്പൊ ആ കയ്യിങ്ങനെ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് താടിമ പുരട്ടരുത്. അത് ശ്രദ്ധിക്കണം. 4. 5, നിക്കാഹ് നടത്തൽ നടത്തി കൊടുക്കൽ. ഇതിനൊന്നും വിശദമായ പഠനം ആവശ്യമില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നമ്മളീ പോകുന്ന സംഘത്തിൽ മോളെ കെട്ടിക്കാനുള്ള ഒരു കാക്കുണ്ട്. ആ കൂട്ടത്തിൽ നല്ലൊരു ചെറുപ്പക്കാരൻ പയ്യൻ ഹജ്ജിനുണ്ട്. അവനെ കണ്ടപ്പോൾ ഇയാൾക്ക് താല്പര്യം, ഇവനെ കൊണ്ട് എന്നെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തെങ്കിലോ എന്ന്. അങ്ങനെ സംസാരങ്ങളൊക്കെ കുടുംബങ്ങളൊക്കെ നടത്തി പിടിച്ച് ആ ഇഹ്റാമിൽ തന്നെ എന്ത് ചെയ്ത് നിക്കാഹ് നടത്തലും നടത്തി കൊടുക്കലും ഹറാമാണ്. അതുകൊണ്ട് എന്താണ്, ഹജ്ജിന് തകരാറൊന്നുമില്ല, നിക്കാഹ് ബാത്തിലാണ്. 5. 6, ഭാര്യ ഭർത്താക്കന്മാർ വിചാര വികാര ഉദ്ദീപനത്തോടു കൂടിയുള്ള ദർശന സ്പർശന ചുംബനാദികൾ. 7, ഭാര്യയും ഭർത്താവും സംഭോഗം നടത്തൽ. 8, വേട്ടജന്തുക്കളെ കൊല്ലൽ. ഇങ്ങനെ ഈ 8 കാര്യങ്ങൾ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1,
വസ്ത്രം, 2 സുഗന്ധം, 3 മുടി കൊഴിക്കൽ, 4 എണ്ണ ഉപയോഗിക്കൽ, 5 ദമ്പതിമാർ തമ്മിലുള്ള ഇടപെടലുകൾ. ഇത് ഇഹ്റാം കെട്ടിയാൽ പിന്നെ രണ്ടാളും പാടെ വേണമെങ്കിൽ 2 സീറ്റ് ഇരുന്ന ബസ്സിലൊക്കെ പോകുമ്പോൾ. കാരണം നിങ്ങൾ 2 ആളാണെങ്കിലും പിശാച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പിത്തനുണ്ടാക്കാൻ വേണ്ടി വന്നാൽ അത് ഹജ്ജിനെ ബാധിക്കും. ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ വിമാനത്തിൽ പോയി ജിദ്ദയിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ മുത്തൈഫുമാർ മുഖേന ഇപ്പൊക്കെ കമ്പനിയാണ്, ആ കമ്പനി മുഖേന ബസ്സിൽ കയറി പെട്ടെന്ന് ചടചടാന്ന് പരിപാടി കഴിയും. പണ്ടത്തെ മാതിരിയൊന്നുമല്ല. ജിദ്ദ എയർപോർട്ട് ഒമ്പമ്പമ്പോ എമ്മാതിരി വലുതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം വേഗം നടക്കും. മുമ്പ് ജിദ്ദയിൽ ചെന്നിറങ്ങിയ കിടക്കുക തന്നെ 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കിടന്ന് അറാബാകലാണ്. അപ്പൊ അതൊന്നുമില്ല. എത്രയും പെട്ടെന്ന് മക്കത്തെത്തി, നിങ്ങൾ ഉംറ ചെയ്തു, പിന്നെ ഇനി മക്കത്തിൽ നിന്ന് നിൽക്കണം. ഈ നൃത്തത്തിനിടയിൽ നിങ്ങൾ തെന്നലിൽ ഉംറക്ക് പോകും. പാപ്പ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യും, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഉംറ ചെയ്യും. അപ്പോൾ ഒരു പെണ്ണിന് തോന്നി എൻ്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ടല്ലോ, ആ ഭർത്താവിന് വേണ്ടി ഉംറ ചെയ്തു. അപ്പൊ പിന്നെ ഒരാൾക്ക് തോന്നി ഇവരൊക്കെ രണ്ടാൾക്ക് മരിച്ചവർക്കും ഒക്കെ വേണ്ടി ഉംറയുണ്ടല്ലോ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ അയാൾക്കൊരു ഉംറ ഞാൻ ചെയ്യട്ടെ എന്നൊരു പെണ്ണിന് തോന്നി. അത് പറ്റില്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉംറയോ മറ്റു കാര്യങ്ങളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഹജ്ജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒന്ന് അവർക്ക് യാത്ര ചെയ്ത് മക്കത്തെത്തി ഈ കർമ്മം അവരെ തടി കൊണ്ട് ചെയ്യാൻ കഴിയാത്ത വിധം കഴിവുകെട്ട രോഗികളാകണം. 2 അവരെ സമ്മതം വേണം. മരിച്ചവർക്ക് പിന്നെ ഇത് ബാധകമല്ല. മരിച്ചവർ ഫർളായ ഹജ്ജും ഉംറയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, ചെയ്യാം, നമുക്ക് ഉംറ ചെയ്യാം. അങ്ങനെ ഉംറകളൊക്കെ ചെയ്ത് നിങ്ങൾ മക്കത്ത് ഇങ്ങനെ കൂടി ചിലപ്പോൾ അതിനിടയിൽ പിന്നെ മദീനത്തേക്ക് പോയി, മദീനത്തുനിന്ന് വരുമ്പോഴാണ് ഹജ്ജിന് ഇഹ്റാം കെട്ടുക. ഞാൻ ഈ പറഞ്ഞ ഇതേ റൂട്ട് തന്നെ ഇഹ്റാം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ മദീനത്ത് പുറപ്പെടുന്നതിന് മുമ്പ് ഇഹ്റാമിന്റെ അദബുകളൊക്കെ ഒന്ന് പാലിക്കണം. എന്താണ് ഇഹ്റാമിന്റെ അദബ്? ഇപ്പോൾ നാട്ടിൽ നിന്ന് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താണ് ഇഹ്റാമിന്റെ അദബുകൾ? ഒന്ന് കുളിക്കണം. കുളിക്കുമ്പോൾ നിയ്യത്ത് വെച്ച് കുളിക്കണം. ഞാൻ ഇഹ്റാമിനും വേണ്ടി കുളിക്കുന്നു. നമ്മൾ കുറച്ച് കണ്ട് നിസ്കരിച്ചാൽ പോരെ അല്ലേ? ഇടയ്ക്ക് ഇനി ഓരോരുത്തർ എഴുന്നേറ്റ് പോയാൽ എനിക്കിങ്ങനെ ഒരു വിശ്വാസം തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി ജമാഅത്താക്കാം. പിന്നെ ഇഹ്റാമിന്റെ കുളി ഞാൻ കുളിക്കുന്നു. വെള്ളിയാഴ്ച കുളിക്കലുണ്ട് ജുമാക്ക്. എന്താ നിയ്യത്തൊക്കെ ഉണ്ട്? ജുമയുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു. ആരാ കുളിക്കേണ്ടത്? ജുമക്ക് പോകാൻ നിർബന്ധമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അന്ന് കുളിക്കണം. പെണ്ണുങ്ങൾക്കും ജുമഅന്റെ സുന്നത്ത് കുളിയുണ്ട്. അൽക്കഹഫും സ്വലാത്തും അവരും ചെല്ലണം. പുരുഷന്മാർക്കും അൽക്കഹഫും സ്വലാത്തും ചെല്ലണം. അപ്പൊ ഈ നീയത്ത് വെച്ചിട്ടാണ് അവർ കുളിക്കേണ്ടത്. മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ സുന്നത്തുണ്ട്. മയ്യത്ത് കുളിപ്പിച്ചതിന്റെ പേരിൽ ഞാൻ സുന്നത്തായ കുളി കുളിക്കുന്നു നെയ്യത്ത് വെച്ചാലേ ആ കൂലി കിട്ടുള്ളൂ. ഓടി ഷവറിന്റെ അടിക്കള് ചെന്ന് എന്നിട്ട് പൈപ്പ് തിരിച്ച് കുറെ വെള്ളം വീറ്റി കുളിച്ച സുന്നത്ത് കിട്ടൂല, മേല് വൃത്തിയാവും. അപ്പൊ എന്തൊരു അമലും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളുടെ സിഹത്ത് അല്ലെങ്കിൽ അമലുകളുടെ കമാലിയത്ത് അത് നിയ്യത്തുകളെ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇഹ്റാമിനും വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിച്ചു. കുളിയൊക്കെ കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നീക്കേണ്ട വൃത്തികേടുകളൊക്കെ നീക്കി, നഖം നീക്കി, നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി, എന്നിട്ട് കുളിച്ചു. കുളി കഴിഞ്ഞതിന് ശേഷം അല്പം അത്തർ സുഗന്ധം എടുത്തിട്ട് ശരീരത്തിൽ പുരട്ടണം, വസ്ത്രത്തിൽ പുരട്ടണ്ട. ഉടുക്കാൻ പോണ മാറ്റാൻ പോണ വസ്ത്രം ഉണ്ടല്ലോ, അത് നിങ്ങൾ പരട്ടണ്ട. എവിടെ പറ്റിയാൽ മതി? ശരീരത്തിൽ പരട്ടിയാൽ മതി. ശരീരത്തിൽ എവിടെയും പറ്റിക്കോ. അതെന്താ അങ്ങനെ? അതങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു തുണി ഉടുക്കുന്നു, ഒരു തുണി പുതക്കുന്നു. ആണുങ്ങൾ, പെണ്ണുങ്ങളായാലും അവരെ പറഞ്ഞ. അപ്പൊ ആ വസ്ത്രത്തുമൽ പെരട്ടി നമ്മൾ പുതക്കണം മുണ്ടുമ്പോഴാണത് പെരട്ടി നല്ല അത്രാണ്, കറയൊന്നുമില്ല. എന്നിട്ട് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഉസ്താദെ ഞാനൊന്ന് മൂത്രമൊഴിച്ച് വരാം. എന്നാ മൂത്രമൊഴിച്ച് വാ. മൂത്രമൊഴിക്കാൻ പോയി. ബാത്റൂം പോയി, വാഷ്റൂമിൽ പോയി. അവിടെ നിന്ന് ഇയാൾ ഈ മുണ്ടെടുത്ത് മാറ്റി അവിടെ വെച്ച് മൂത്രമൊഴിച്ച് ഒതുവൊക്കെ ഉണ്ടാക്കി വരികയാണ്. രണ്ടാമത് ഈ മുണ്ടെടുത്ത് മേത്ത് കൂടെ ഇടുമ്പോൾ സുഗന്ധം ഉള്ള വസ്ത്രം ധരിക്കലാകും. അത് വരാതിരിക്കാനാണ് വസ്ത്രത്തിൽ പുരട്ടണ്ടെന്ന് പറഞ്ഞത്. ഇത് പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ. പെണ്ണുങ്ങൾ ഇഹ്റാമിനും വേണ്ടി വസ്ത്രത്തിൽ അത്ര പറ്റിയിട്ടുണ്ടെങ്കിൽ അവള് ഉതുടുക്കാനൊക്കെ പോയപ്പോ
ഈ മുഖമക്കനെ അയച്ച് എവിടെയെങ്കിലും കൊളത്തി വെച്ചു, എന്നിട്ട് ആ പെണ്ണ് അതെടുത്ത് രണ്ടാം തലയിലിടും. അപ്പൊ സുഗന്ധം ഉള്ള വസ്ത്രം ധരിക്കൽ വരും. അത് വരാതിരിക്കാൻ എവിടെ പറ്റിയാൽ മതി ആട്ടെ, അത് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മളെ ചുറ്റിത്തുന്നപ്പെട്ട ഒന്നും പറ്റൂലല്ലോ. അപ്പൊ ഷൂ പറ്റില്ല, സോക്സ് പറ്റില്ല, പിന്നെ ഓപ്പൺ ചെരുപ്പാകണം, നല്ല ഗ്രിപ്പുള്ള ചെരുപ്പാകണം കേട്ടോ. 3 ഉറുപ്യ ശരീരത്താ ചോദ്യം വളരെ പ്രസക്താണ്. ചോദിക്കാൻ പോണെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരീരത്തിൽ അത്ര പറ്റി വയർത്തപ്പത് വസ്ത്രത്തിലായി, അത് അഫുണ്ട്. വസ്ത്രത്തിൽ അത്ര പറ്റിയതല്ലല്ലോ, വസ്ത്രത്തിലാകാതിരിക്കാൻ നോക്കുക. ഇനി വയർത്ത് വസ്ത്രത്തിലായി എന്നാൽ അത് മാഫുവാണ്. പിന്നെ ഇഹ്റാമിൽ രാത്രി പെണ്ണുങ്ങൾക്കും സുന്നത്താണ്. പിന്നെ ചെരുപ്പ് പെണ്ണുങ്ങൾക്ക് ഷൂ ഒക്കെ പറ്റും. മാത്രല്ല പെണ്ണുങ്ങൾക്ക് ഷൂ വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ശീലിപ്പിക്കണം യാത്രന്റെ മുമ്പ് തന്നെ. ഒരു 10-20 ദിവസമൊക്കെ ഷൂ ഇട്ടിട്ട്. എന്താ അറിയോ, മിക്ക ആളുകൾക്കും കാലിന്റെ മടമ്പ് പൊട്ടും. അത് ഈ മത്താബിൽ ഇങ്ങനെ കെമിക്കൽ ഇങ്ങനെ ഇട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ആണുങ്ങൾക്കും പൊട്ടും പെണ്ണുങ്ങൾക്കും പൊട്ടും. നടന്നിട്ട് കാല് പൊട്ടും. കാല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ കഥയും വിഷമാവും. അപ്പൊ അതിന് ഷൂ ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾക്ക് സോക്സും ചൂടാലോ, ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നല്ലൊരു പരിധി ഉണ്ടാവും. ആണുങ്ങൾക്ക് ഇഹ്റാമല്ലാത്തപ്പോ ഷൂ ഇടാം. ഇഹ്റാമല്ലാത്തപ്പോ ഷൂ ഇട്ട് ശീലിച്ചാൽ നല്ല വിലപിടിപ്പുള്ള ഷൂ ആയിട്ടൊന്നും പോണ്ട, അത്ര 5-6 നഷ്ടപ്പെടുമെന്ന് ഉറപ്പിക്കണം. അപ്പൊ വില കുറഞ്ഞ ഷൂ വാങ്ങി പോയിട്ട് കഴിഞ്ഞാൽ കാല് പൊട്ടാതിരിക്കാൻ വളരെ ഉപകാരപ്പെടും. ഇരിക്കട്ടെ, ഇഹ്റാമിന്റെ അടുത്ത് ഇതൊക്കെ മാറ്റി നമ്മള് പിന്നെ ഇഹ്റാം കെട്ടിയാൽ പിന്നെ ഒരു തെൽബിയത്തുണ്ട്, എല്ലാവർക്കും അറിയാം. ശരിയാട്ടെ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇത് 3 തവണ ആവർത്തിക്കുക. അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഞങ്ങളുടെ മേൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുക. പിന്നെ സ്വർഗം ചോദിക്കാൻ, നരകത്തിൽ നിന്ന് അഭയം തേടുക. ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയപ്പോൾ നമ്മുടെ രൂപം മാറി, നമ്മളെ വേഷം മാറി, നമ്മുടെ മന്ത്രം മാറി. 1 മിനിറ്റ് നിങ്ങളൊന്ന് മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, എവിടേക്കാ നമ്മൾ പോണത്? കഅബത്തിലേക്ക്. എന്തിനാ പോണത്? അള്ള വിളിച്ചിട്ട് പോണ വിരുന്നുകാരനാ, ളിയൂഫുർ റഹ്മാൻ. നമ്മൾ ഇതിന്റെ ആധ്യാത്മിക ലക്ഷ്യത്തിലേക്കൊന്ന് ചിന്തിക്കണമല്ലോ. 1 മിനിറ്റ് അതെ മസാലയിൽ നിന്നും മാറി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ളിയൂഫുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ വിരുന്നുകാരൻ. നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഒരാളെ വിരുന്ന് വിളിച്ചാൽ, അതിലൊരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ എങ്ങനെ പോവുക? നല്ല ചെത്തു വസ്ത്രം. കല്യാണത്തിന് വേണ്ടി കുട്ടികൾക്ക് സ്പെഷ്യൽ വസ്ത്രം വാങ്ങിയേ പറ്റൂ, അങ്ങനെയുള്ള മെത്തേഡാപ്പം. പിന്നെ നല്ല പെർഫ്യൂം, ഇതൊക്കെ ഉപയോഗിച്ച് ചെത്ത് മോഡലില് മുടിയൊക്കെ ചീകി എണ്ണയൊക്കെ പുരട്ടി നല്ല ടിക്ടോപ്പിലാണ് ആണുങ്ങളും പോവുക, പെണ്ണുങ്ങളും പോവുക. ആണോ അല്ലേ? ഇതെവിടക്കാ പോണത്? വലിയ വിരുന്നിനാ പോണത്. വിരുന്നുകൾ ചെല്ലുമ്പോ അള്ള പറയാ, എൻ്റെ ആ ചെത്ത് വസ്ത്രമൊക്കെ അയച്ചു വെക്ക്. നമ്മളെ വീട്ടിന്റെ അകത്തളത്തില, വീട്ടിൽ കോളിംബെല്ലും അടിച്ചു ഒരാള് ബനിയനിടാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വരുമോ? ഒരു ടർക്കിയെങ്കിലും എടുത്ത് മേത്തിടാതെ കണ്ട ആണുങ്ങൾ പുറത്തു വരും. പെണ്ണുങ്ങൾ വരില്ല എനിക്കറിയില്ല. ആണുങ്ങൾ പുറത്തേക്ക് ഓടി വരികയാണെങ്കിൽ ഒരു ടർക്കിയെങ്കിലും എടുത്തോളും, അല്ലെങ്കിൽ ഒരു കാലി ഷർട്ടിടും, അല്ലെങ്കിൽ ഒരു ബനിയെങ്കിലും ഇട്ടിട്ടല്ലേ വരുള്ളൂ. ആ സ്ഥാനത്താണ് നമ്മൾ. ആകെ അഴിച്ചു, ബനിയനില്ല, അടിവസ്ത്രങ്ങളില്ല, ഒന്നുമില്ല. ഒരു മുണ്ടെടുത്തിട്ടുണ്ട്, ഒരു മുണ്ട് മേലുണ്ട്. അള്ള പറയാ, നിന്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചേക്ക്, നിന്റെ ആഡംബര വസ്ത്രങ്ങളൊന്നും എന്റെ അടുത്തേക്ക് വേണ്ട. എണ്ണ പറ്റിയാന്നും പാടില്ല, മുടിയൊക്കെ പാറി പറഞ്ഞ്. എന്നാ നല്ലത് അത്ര ഒന്ന് പറ്റി ദുർഗന്ധം ഒന്ന് പോട്ടെ, പാടില്ല, ഹറാമോ. അപ്പൊ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും വേണ്ട. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? നിന്റെ ബാഹ്യ സൗന്ദര്യമല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് നിന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ്, ഖൽബിന്റെ സൗന്ദര്യം. അതാണ് റബ്ബ് അവിടെ നോക്കണത്. 1 ലക്ഷം ജനങ്ങൾ, എല്ലാ നാട്ടിൽ നിന്നും വന്ന ആളുകൾ, ആഫ്രിക്കൻ കൺട്രിയിലെ ജനങ്ങൾ, കറുത്തവര്, വെളുത്തവര്, ചെമന്നവര്,
എല്ലാ തടിയന്മാര്, എല്ലാ വിവിധ വർഗ വർണ്ണങ്ങളിലുള്ള ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും വേഷം ഒരേ മാതിരി. രാജാവിന്റെ വേഷവും പ്രജയുടെയും, പണ്ഡിതന്റെയും പാമരന്റെയും, തൊഴിലാളിയുടെയും മുതലാളിയുടെയും എല്ലാവരുടെയും വേഷം ഒന്ന്. അതെന്താ? അത് ബാഹ്യ സൗന്ദര്യം ഇവിടെ വേണ്ട. അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞ, ബാഗ് വെക്കുമ്പോൾ ആദ്യം വേണ്ട എന്താണ്? 2 കിലോ ക്ഷമ എടുത്ത് വെക്കണം. ആ നല്ല മനസ്സാ വേണ്ടത്. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ കാണാം, നമ്മളിങ്ങനെ ഒരു വിധത്തിൽ തിങ്ങിട്ടേ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കാണാം ഒരു കറുപ്പൻ, ഒരു ആഫ്രിക്കക്കാരൻ വന്ന് ഇങ്ങനെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. അങ്ങനെ ഒരു നോട്ടം ഉണ്ടാവും, തുറിച്ചൊരു നോട്ടം. പാടില്ല എന്നായി പറയുന്നത്. അവർക്കും അവകാശമുണ്ട്, നമുക്കും അവകാശമുണ്ട്. എല്ലാ മനുഷ്യരെയും ഒറ്റ കണ്ണുകൊണ്ട് കാണാനുള്ളൊരു വിശാല മനസ്സ് ഉണ്ടാകണം. ഉണ്ടാക്കിയെടുക്കലാണ് ഹജ്ജ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഒരു വിശാലമായ മനസ്സ്. നിങ്ങൾക്ക് കാണാം, അറഫയിലും മിനായിലും ഒക്കെ കടുത്ത ചൂടാണല്ലോ. ആ സമയത്ത് തോളിൽ ഒരു വെള്ളത്തിന്റെ പാത്രമിട്ട് ഓരോരോ കപ്പ് വെള്ളമൊഴിച്ച് നടന്നു പോകുന്ന ഹാജിമാർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്ത് പടച്ചതമ്പുരാന്റെ ഹൗലുൽ കൗസർ, പടച്ചതമ്പുരാന്റെ പൊരുത്തം നേടുന്ന ഹാജിമാരെ നിങ്ങൾക്ക് കാണാം. എൻ്റെ അടുത്ത് കുറച്ച് വെള്ളമുണ്ട്, ഞാനത് കൊടുക്കൂല. എൻ്റെ അടുത്തൊരു കുപ്പി വെള്ളമുണ്ട്, അത് കൊടുക്കാൻ പറ്റൂല എന്നല്ല അവർ ചിന്തിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളായ ഹാജിമാര് അവരേതോ നാട്ടുകാരാണ്, ഒരു പരിചയമില്ലാത്തവരാണ്. ഒരറക്ക് വെള്ളം ഞാൻ അവർക്ക് മുക്കിക്കൊടുക്കട്ടെ എന്ന വിശാല മനസ്സ്. അതാണ് ഹജ്ജിന്റെ ആത്യന്തികം. അങ്ങനെ നമ്മൾ ഉംറകളൊക്കെ ചെയ്ത് ദുൽഹിജ്ജ 8 7 രാത്രി തന്നെ നമ്മളെ കമ്പനിക്കാർ, മുത്തൈഫ് എന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത്, ഇപ്പം മുത്തൈഫ് എന്നൊന്നുമല്ല, കമ്പനി എന്നാ പറയാ, ശരിക്കാന്നാ പറയാ. അതിലുണ്ടാവും മുത്തൈഫുമാര്. അവർ നമുക്ക് പോകാനുള്ള ബസ് അയക്കും. അപ്പം മിനായിലേക്ക് പോവുകയാണ്. എപ്പ മാസം എത്രയായി? ദുൽഹിജ്ജ 8 പോണ്ടത്. പക്ഷെ 7 രാത്രി മുതലേ കൊണ്ടുപോകൽ തുടങ്ങും. 8 നേരം വെളുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാന്റെ റസൂൽ അങ്ങനെ പോയത്. അള്ളാന്റെ റസൂൽ ദീത്തുവയിൽ വന്ന് താമസിച്ചു. ദുൽഹിജ്ജ എത്രക്കാ റസൂൽ അവിടെ എത്തിയത്? ദുൽഹിജ്ജ 4 എന്താഴ്ചയാണ്? ഞായറാഴ്ച. 5 തിങ്കള്, ചൊവ്വ 6, ബുധൻ 7, വ്യാഴം 8. വ്യാഴാഴ്ച രാവിലെയാണ് ഹബീബ് റസൂലുള്ളാഹിയും സഹാബത്തും മിനായിലേക്ക് പോയത്. ദീത്തുവായിൽ നിന്ന് കഅബത്തിന്റെ അടുത്ത് വന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് കഅബ ഷരീഫ് തവാഫ് ചെയ്ത് എന്നിട്ടാണ് റസൂലുള്ളാഹിന്റെ ഹജ്ജിന് വേണ്ടി, ഹജ്ജത്തുൽ വദാഇന് വേണ്ടി മിനായിലേക്ക് പോകുന്നത്. ആ മിന ദുൽഹിജ്ജ 8 മിനായിൽ പോയി പാർക്കും നമ്മൾ. അത് സുന്നത്തായ മിനയാണ്. വാജിബായ മിന അന്നല്ല. അത് മാസം 11, 12, 13 ഈ രാവുകളിലാണുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും മിനായിലേക്ക് പോകാൻ വേണ്ടി കൊണ്ടോയ പെട്ടിയും ബാഗൊന്നും എടുക്കൂല. അത്യാവശ്യം അവിടെ വേണ്ടപ്പെട്ട മരുന്ന് എവിടെ പോകുമ്പോൾ എടുക്കണം. ചില ഷുഗർ രോഗികളോ പ്രഷർ രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മരുന്ന് എടുത്തിട്ടില്ലെങ്കിൽ, ഞാൻ ഹജ്ജിന് വന്നല്ലേ, പുറത്തോട്ട് കഴിയില്ല, എനിക്ക് ഷുഗർ ആണെന്നുള്ളത്, ഞാൻ മരുന്നൊന്നും കുടിക്കണ്ട എന്ന് തവക്കലിലേക്ക് എത്താൻ നമ്മൾ ആയിട്ടില്ല. അപ്പൊ കറക്റ്റ് മരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് എങ്ങാനും ബോധക്കേട് വരികയെ ഡൗൺ ആവുകയെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ മരുന്ന് ചെല്ലാനും ഓതാനൊക്കെ ഉള്ള ഏടുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ ഉസ്താദന്മാർ നിർദ്ദേശിച്ചു തരും. അത്യാവശ്യം വേണ്ടപ്പെട്ട മുതലൊക്കെ എടുത്ത് ഒരു ബാഗിലോ കിറ്റിലാക്കിയിട്ട് വലിയ ഭാരം ആരും കൊണ്ടുപോകരുത്. അവനവനക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നാൽ എടുക്കാൻ മാത്രം പാകമുള്ളതേ കൊണ്ടുപോകാവും. ഞങ്ങൾ പ്രൈവറ്റ് സംഘത്തിലാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് അമീറന്മാരുണ്ട്. ഉസ്താദേ ആ ബാഗ് എടുത്തോളി. എടോ, ഉസ്താദിനെ കൊണ്ട് ബാഗ് ഇടിപ്പിക്കല്ല വേണ്ട. നിങ്ങൾ ആ സാധു നിങ്ങളെ കൂടെ അമീറായി വന്ന് അമീറാകണോ കഴുതയാകണോ? അയാളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത്. അത് അദബുകളല്ലേ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഭാരം 987 എൻ്റെ ഓർമ്മ. മിനായിൽ തീപിടുത്തം, നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടാകുന്ന അറിയില്ല. മിനായിൽ തീപിടുത്തണ്ടായ അന്നേ ഈ ആജിയന്മാരുടെ സ്വഭാവം പറയാണ്. തീപിടുത്തണ്ടായ അന്നേ ആദ്യം പട്ടാളക്കാർ വന്നിട്ട് എല്ലാ തമ്പിലും കയറി പറഞ്ഞു. ഇന്നത്തെ തമ്പല്ല അത്. ഇപ്പൊ ഉള്ള തമ്പ് വന്നത് അന്നത്തെ തീപിടുത്തത്തിലാണ്. 80,000 തമ്പുകളാണ് ഒരൊറ്റ ലൈനിൽ കത്തിപ്പോയത്.
ഞാനന്ന് അബുദാബിയിൽ നിന്ന് 3 ABS റെന്റക്കാറിന്റെ 3 വാഹനത്തിലായി SYSന്റെ ആജിമാനെ കൊണ്ട് പോയതാണ്. ഞങ്ങളെ വണ്ടിക്കടക്കം പട്ടാളക്കാർ പോലീസുകാർ വന്നിട്ട് ഇങ്ങനെ വെള്ളമടിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു, മത്താഫി തീ പിടിക്കാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ ഉള്ളിലാണ് നിർത്തിയിരിക്കുന്നത്. വന്നിട്ട് പറഞ്ഞു, ഇപ്പങ്ങൾ അവിടെ നിന്നോളൂ, വേണ്ടി വന്നാൽ ഓർഡർ കിട്ടുമ്പോൾ കയ്യിലുള്ള സാമഗ്രികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ജീവനം കൊണ്ട് ഓർഡർ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്തോളൂ, ഭാരമില്ലാത്ത അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനം എടുത്തിട്ട് എല്ലാവരും ഇറങ്ങി നടന്നോളി, പോകാൻ വേണ്ടി ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഉമ്മ ചോദിക്കുക, ഉസ്താദെ കാലി ബാഗ് എടുക്കണോന്ന്. ഭാരമില്ലാത്തതൊക്കെ എടുത്തോളി എന്ന് പറഞ്ഞപ്പോൾ കാലി ബാഗ് എടുക്കണോന്ന്. വേറൊരു ഉമ്മ പറഞ്ഞാൽ, ഉസ്താദെ എന്റെ ബാഗ് ഉണ്ടിട്ടാ, ഉസ്താദ് ഒന്ന് എടുത്തോട്ടാന്ന് എന്നോട് പറഞ്ഞതാ. അത് ആചാര്യന്മാരൊരു സ്വഭാവമാണ്. അവസാനം കണ്ണീരേൽപ്പിച്ചതൊക്കെ പൊരുത്ത് പഠിപ്പിക്കുകയും ചെയ്യും. അതെന്ത് കാര്യമുള്ളത്? അപ്പൊ അത് നമ്മളെ ഒരു ഹിദുമക്ക് സേവനത്തിന് വരുന്ന ആള് കണ്ടറിഞ്ഞ് മൂപ്പർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് ചെയ്തോട്ടെ, അത് മൂപ്പർക്ക് പഠിച്ചവൻ്റെ അടുത്ത് കൂട്ടിയിട്ടാനാണ്. നമ്മൾ അവരോട് കൽപ്പിക്കുകയും ഇടിപ്പിക്കുകയും ചെയ്യുന്ന മെത്തേഡിലേക്ക് തരം താഴാൻ പാടില്ല. അങ്ങനെ അപ്പൊ നമുക്ക് എടുക്കാവുന്ന സാധനം മാത്രം എടുക്കാം. എന്നിട്ട് മിനായിലേക്ക് പോയി. മിനായിൽ ചെന്നാലേ മുമ്പ് കാലത്തൊക്കെ ഇതേമാതിരത്തൊരു ഹാള് ഇങ്ങനെ ഡിവൈഡിങ് നടത്തിയിട്ട് കൊടുക്കലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഒക്കെ കണ്ടത് ഈ ശരിക്ക് കമ്പനികളായപ്പോഴേ, കാരണം എന്താ വെച്ചാൽ 500 ആളെ ഒരു തമ്പ്, അത് പെണ്ണുങ്ങൾക്ക്, 500 ആളൊരു തമ്പ് ഇപ്പുറത്ത്, അത് ആണുങ്ങൾക്ക്. അത് അവരുടെ കീഴിലുള്ള കുറേ ആളുകളെ പിടിച്ചോണ്ട്. എന്തായാലും 500 ആയാലും വേറെ ആയാലും വിശാലമായ തമ്പാണെങ്കിലും അവിടെ അനുവദിക്കപ്പെട്ട സ്പേസ് എത്രയെന്നറിയോ? ഒരാൾ ഇങ്ങനെ കിടക്കും, ഒരാൾ അവർ ഇങ്ങോട്ടും കിടക്കും. നമ്മൾ മത്തി പൊരിക്കാൻ വെക്കൂലേ പെണ്ണുങ്ങൾ, അതേമാതിരി ഇങ്ങനെ ചെരിച്ച് കിടക്കാനുള്ളൊരു സ്പേസ് മിനായിൽ നിങ്ങൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്ര തവണ ഉംറക്ക് പോയാണെങ്കിലും ഇക്കടുത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത് ഹജ്ജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മിനായിലും അറഫയിലൊക്കെ, അറഫിന് അങ്ങനെ ഇല്ല. മിനായിൽ 2-3 ദിവസവും ഈ ദിവസമൊക്കെ കിടക്കാനുള്ള സ്പേസ് ഒരാളിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി വെക്കാൻ പറ്റൂല. ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാനുള്ള 60 സെന്റിമീറ്റർ വീതിയുള്ളൊരു ബെഡ്. നിങ്ങളൊന്ന് വലിയ കൊട്ടാരം പോലത്തെ നിങ്ങളെ വീട്ടിൽ ഒരു ബെഡുമ്മൽ അല്ല ഒരു കട്ടിലുമ്മൽ നിങ്ങൾ 2 ആളും കിടന്നിട്ടൊക്കെ ഉണ്ടാവും. അവിടെ ആകെ ഉള്ളത് ഇത് 60 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. ഈ ഒരു വീതിയുള്ള ഒരു ബെഡ് തരും, സ്പോഞ്ചിന്റെ ഒരു ബെഡ്. അതുമ്മ കിടന്നോളണം. അതിനായിപ്പോ കൊണ്ടുപോണത്. ഞാൻ 6 ലക്ഷം കൊടുത്ത് പോവുക, എനിക്കിതൊന്നും പറ്റൂല, ചില വഴി നോക്കാൻ പറയും. അതേ അവിടെ കിട്ടുള്ളൂ. ഒന്ന് പിന്നെ ഇനി ചെരിഞ്ഞു കിടന്നിട്ട് മറ്റവന്റെ മേത്തേക്ക് കൈയെടുത്തിട്ട് അവൻ ആ കയ്യും ഇട്ട് വലിച്ചെറിയും. പഠിച്ചവനെ എല്ലാം സഹിക്കാം. കൂർക്കമ്പലി ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല. അടുത്ത് കിടക്കുന്ന ആള് കൂർക്കം വലിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് കിടക്കുന്ന ആള് മൂക്കിൽ കൂടെ കയറിയാണ് പോകും. ആ ജാതി ഒരു കിടത്തമാണ് മിനായിൽ. ഞാനിതൊക്കെ പറഞ്ഞെന്താ അറിയോ? ഹജ്ജിന് പോകുമ്പോ കുറെ പ്രയാസങ്ങളെ നിങ്ങൾ പഠിച്ചു വെക്ക് പോകാവൂ. നല്ല സുഖലോലുപത പഠിച്ചു വെച്ച് പോകരുത്. സുഖലോലുപത ഹോട്ടലിലൊക്കെ ഉണ്ടായേക്കും, തൊട്ടടുത്ത് ഹോട്ടൽ തന്നിട്ടൊക്കെ ഉണ്ടാകും. ഈ ദിവസങ്ങളുണ്ടല്ലോ 6 ദിവസം, അത് അദാബിന്റെ കേദാരമാണ്. ഇനി തമ്പൊക്കെ ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ തമ്പൊക്കെ കിട്ടിയാൽ തന്നെയും റോഡ് നിയന്ത്രിക്കുന്നത് കേരള പോലീസല്ല, അത് അവിടുത്തെ സൗദി ഗവൺമെന്റിന്റെ പോലീസാണ്. അവിടെ ജാമാകും, പ്രശ്നങ്ങളാകും. മിനായിൽ നിന്ന് നമ്മളെ റൂമിൽ നിന്ന് മിനായിലേക്ക് എത്താൻ രാത്രി കൊണ്ടുപോകണം. എന്തിനറിയോ? വേഗം എത്താനാ. മാസം 8 പിറന്നിട്ട് നമ്മുടെ ആദ്യം തന്നെ മാസം 8 നമുക്കൊരു ശനിയാഴ്ച കണക്ക് കൂട്ടുക. ഒരു എക്സാമ്പിൾ, ശനിയാഴ്ച മാസം 8, ഞായറാഴ്ച മാസം 9, പറഞ്ഞോളൂ. തിങ്കളാഴ്ച മാസം 10, ചൊവ്വ ബുധൻ വ്യാഴം, അതാണ് അയ്യാമത്ത് ശരീക്ക്. ആ 3 ദിവസം മിനായിലായിരിക്കും. പിന്നെ ശനിയാഴ്ച നമ്മൾ എവിടെയായിരിക്കും? മിനായിൽ തന്നെ, സുന്നത്തായ മിന. ഞായറാഴ്ച എവിടെയാണ്? അറഫയിലാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഉള്ള വാഹന ജാമ്, തിരക്ക്, പ്രയാസങ്ങൾ, ഇത് ഇത്തവണ ഗവൺമെന്റ് ലഘൂകരിക്കാനാണ്. ഈ 12-ാം തീയതിക്ക് ശേഷം പിന്നെ ഉംറക്കാരില്ല. 5-ാം തീയതി തന്നെ ഉംറ ബന്ധായിട്ടുണ്ട്, വിസ അടിക്കൽ നിർത്തി. ഇനി ഈ 28-ാം തീയതിയോടുകൂടി ഉംറക്ക് പോയ സകല ഓർന്നിട്ട് കയറിക്കൊള്ളണം. അങ്ങനെയൊക്കെ നിബന്ധന വെച്ചിട്ട് ഈ കൊല്ലം അത് ഈ തിരക്ക് ലഘൂകരിക്കാനാണ്.
അള്ളാഹു സഹലാക്കി തരുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ ഒരുങ്ങിയിട്ടുള്ള ഉമ്മമാർക്കും ഒപ്പന്മാർക്കും ഒക്കെ അള്ളാഹു താല വലിയ സഹല് നൽകുമാറാകട്ടെ. ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു കേടുപാടുകളില്ലാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അമൽ ചെയ്ത് വരാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നമ്മൾ ദുൽഹിജ്ജ 8-ന് നമ്മൾ മിനായിലെത്തി. അവിടെ നമ്മൾ നിൽക്കും. ഒന്നുമില്ല, നിസ്കരിക്കുക, ദിക്റില്ല, ദ്വാരക്ക, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിന്നുക, ഗീബത്തും നബിമത്തൊന്നും പറയാതിരിക്കുക, പിറ്റനെയും ബസാദും പറയാതിരിക്കുക, ഗ്രൂപ്പീസം പറയാതിരിക്കുക, ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കുക. നല്ല ആലിമീങ്ങളുടെ വഅദുണ്ടെങ്കിൽ അവിടെ പോയി കേട്ടിരിക്കുക, ജമാഅത്ത് അടക്കം അതിൽ പങ്കെടുക്കുക, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക, ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് അവിടെ അന്ന് കഴിഞ്ഞ് അന്ന് പിറ്റന്നാൾ അറഫയാണ്. അറഫ ഹജ്ജിന്റെ സുന്നത്തല്ലേ? അറഫ വാജിബാണല്ലേ? അതുമല്ല, ഹജ്ജിന്റെ റുക്കിനാണ്. കൈ വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഹജ്ജിന്റെ റുക്കിനായ അറഫയിലേക്ക് പോവുകയാണ്. മിനായിൽ നിന്ന് ശരാശരി നോക്കിയാൽ 9 കിലോമീറ്ററാണ്. റിംഗ് റോഡ് വഴി പോവുകയാണെങ്കിൽ കുറെ വളയേണ്ടി വരും. നേർക്ക് നേരെ പോയാൽ 8-9 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അറഫയിൽ പ്രവേശിച്ചു. അത് നമ്മളെ രാവിലെ കൊണ്ടുപോയാൽ പൊരി വെയിലത്താവും. അതിന് മുതൈഹുമാരെന്ത് ചെയ്യും? രാത്രി മുതൽ കൊണ്ടുപോയി കൊടുക്കും. ഇതെന്താ ഈ രാത്രി കൊണ്ടുപോകുന്നത്? അള്ളാഹുവിന്റെ റസൂൽ നേരം വെളുത്തിട്ടല്ലേ പോയിട്ടുള്ളൂ എന്നൊന്നും പറയാൻ നിൽക്കരുത്. അത്തരം സുന്നത്തുകളൊക്കെ നല്ലതാണ്. പക്ഷെ അത് മാത്രം കീപ്പ് ചെയ്താൽ, നോക്കിയാൽ നമ്മൾ ആകെ പെട്ടുപോകും. അപ്പം അതുകൊണ്ട് അറഫയിലെത്തണം. അത് നേരത്തെ തന്നെ എത്തിച്ച് അവിടെ ഇതേപ്രകാരം വിശാലമായ തമ്പുണ്ട്. അറഫയിലത്തെ തമ്പൊക്കെ നല്ല സുഖമായിരിക്കും. കാരണം അവിടെ കിടത്തല്ലല്ലോ, വിശാലത ഉണ്ടാവും. സുഖമായി AC ഒക്കെ വെച്ച് ഭദ്രമായ തമ്പിൽ നമ്മൾ ചെന്ന് അവിടെ ഇരുന്ന് അന്ന് ളുഹുറിന് അറഫയിൽ നിൽക്കുക എന്ന റുക്കിന് തുടങ്ങി. നോക്കണം, അറഫാ ദിനത്തിൻ്റെ അന്ന് ളുഹുർ മുതൽ എന്താണ് അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ? അറഫാ ദിനത്തിൻ്റെ അന്ന്, അഥവാ നമ്മൾ ഉദ്ദേശിച്ച ദിവസം ഞായറാഴ്ച, മാസം 9 ഞായറാഴ്ച, അന്ന് ളുഹുർ മുതൽ പിറ്റന്നാൾ സുബ്ഹി വരെ സമയമുണ്ട്. ഇതിനിടയിൽ അറഫാത്ത് എന്ന പ്രദേശത്ത് ഒരല്പസമയം നമ്മൾ ഉണ്ടായാൽ ഹജ്ജിന്റെ റുക്കിനായി. അൽ ഹജ്ജ് അറഫ ഖാല റസൂലുള്ളാഹി. ഹജ്ജിന്റെ മുഖ്യ ഘടകങ്ങളിൽ അതിപ്രധാനപ്പെട്ടതാണ് അറഫ. അത് നഷ്ടപ്പെട്ടാൽ പരിഹരിക്കാൻ ഒരു വകുപ്പുമില്ല. അതതിൻ്റെ അർത്ഥം. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് മഗ്‌രിബിന് ശേഷമൊക്കെ നമ്മൾ അവിടുന്ന് പോരുക. ട്രെയിനിന് കയറുന്നവരുണ്ട്, ബസ്സിന് പോരുന്നവരുണ്ട്. ട്രെയിൻ നമുക്ക് ഇഷ്ടംപോലെ ചെല്ലാൻ പറ്റൂല. ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് കമ്പനി കൊടുത്ത പ്രത്യേക ഒരു ടിക്കറ്റ് ഉണ്ടാവും. ടിക്കറ്റ് ഒരു വളയാണ്. ആ വള ബാർകോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തവർക്ക് മാത്രമേ ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. ട്രെയിനിൽ കയറിയാൽ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലെത്താൻ 3 മിനിറ്റ് മതി. പക്ഷെ ട്രെയിനിലേക്ക് കയറാൻ 4 മണിക്കൂർ ക്യൂ നിൽക്കണം. എവിടെയാണോ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് നടക്കാൻ വേണം. ബസ്സാവുമ്പോഴോ നമ്മൾ നിൽക്കണ ആ തമ്പിൻ്റെ അടുത്ത് തന്നെ ബസ് ഉണ്ടാവും. കുറച്ച് നേരം കാത്തു നിന്നാലും ഇടിച്ച് കയറി അങ്ങോട്ട് കയറി പോരാ നമുക്ക്. ആ പോരുന്നതോ ചിലപ്പോൾ വേഗം പോരും, അല്ലെങ്കിലോ ഈ അറഫേന്ന് മുസ്ദലിഫയിലേക്ക് എത്താൻ 4-5 കിലോമീറ്ററാണ്. അത് മിനിമം 5 മണിക്കൂറിനും ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ 1/4 മണിക്കൂർ കൊണ്ട് എത്തും. അള്ളാഹു സഹലാക്കി തരട്ടെ എന്ന് പറയുന്നത് ഇതുകൊണ്ട്. അറഫ മിന മുസ്ദലിഫയിലേക്കൊക്കെ പോകുമ്പോൾ ബദരീങ്ങളുടെ പേരിൽ, നമ്മളെ മശായിഖന്മാരുടെ പേരിൽ നന്നായി മനസ്സ് പൊട്ടി യാസീനൊക്കെ ഓതി, റബ്ബേ നിന്നെ കണ്ട് ഞാൻ വരികയാണ്, നീ എനിക്കത് സഹലാക്കി എളുപ്പമാക്കി നിന്റെ കാവലിലാക്കി തരണം എന്ന് ദ്വാരക്കലല്ലാതെ ഒരാളെ മികവും അവിടെ ഒന്നും നടക്കൂല. നമ്മൾ ആരെ മികവ് നടക്കൂല. എല്ലാം നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരിക്കും. മുത്തൈഫുമാർ നമ്മളേത് കാശ് വാങ്ങുന്നുണ്ട്. ആ കാശ് വാങ്ങിയിട്ട് നമ്മളെ കൊണ്ടുപോയി ബിനയിൽ ഇറക്കിയിട്ടുണ്ട് സുഖമായിട്ട്. ബിനയിൽ നിന്ന് അറഫയിൽ കൊണ്ട് തട്ടും. അറഫയിൽ നിന്ന് പിന്നെ കൊണ്ടുപോകേണ്ടത് അവരാണ്. പക്ഷെ അവർക്ക് അധികം ബസ്, ഒരു ട്രിപ്പ് ബസ് അങ്ങോട്ട് മുസ്ദലിഫയിലേക്ക് പോയാൽ അത് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാതെ വരും. അങ്ങനെ വരാൻ കഴിയാതെ വന്നാൽ ഇവിടെ ബാക്കിയുള്ളവരിവിടെ നിൽക്കുക തന്നെ. ഇങ്ങനെ ഗതികെട്ട ദിവസമാണത്. അദാബിന്റെ ഇടങ്ങേറാണെന്ന്. അതൊക്കെ നമ്മൾ സഹിക്കുക എന്നതല്ലാതെ വേറൊരു വഴി ഉണ്ടാവില്ല. ആ സമയത്ത് ഗ്രൂപ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിന്റെ ഒരു സ്വഭാവമാണ്. അവിടെ നിയന്ത്രിക്കുന്നത് മുഴുവൻ പോലീസുകാരാ.
ചെറിയ ചെക്കന്മാരായിരിക്കും പോലീസ്, എന്നാലും അവർക്ക് ഭയങ്കര പവറാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ അജയന്മാരെ കൊണ്ട് പോവുക, മുസ്ദലിഫ് എത്താനായിട്ടുണ്ട്. എത്താനായപ്പോൾ തുടങ്ങിയിട്ട് അവർ റൂട്ട് മാറ്റിക്കുകയാണ്. അവർ പറഞ്ഞ റൂട്ടിൽ പോയാൽ മുസ്ദലിഫെ കയറൂല, അസീസിയെ കൂടെ വേറെ വഴി കഴിഞ്ഞാൽ പോവുക. മുസ്ദലിഫെ കയറാൻ ഞാൻ മുസ്ദലിഫ് രാപ്പാർക്കൽ നമുക്ക് കിട്ടൂല. അപ്പം എന്തു ചെയ്യും? ആര് നോക്കിയാലും ഏത് പോലീസാന്ന് നോക്കിയാലും ഇങ്ങനെ തിരിച്ചു വിടുക. അവസാനം ഒരുത്തൻ്റെ കൽബിന് ഒരു മയം തോന്നി ഞങ്ങളെ മുസ്ദലിഫേക്കുള്ള റോട്ടിലേക്ക് തിരിച്ചു വിട്ടു. തിരിച്ചു വിട്ടപ്പോൾ നോട്ട് ലൈനായിട്ട് ബസ് കിടക്കുകയാണ്, അരിച്ചരിച്ച് പോവുകയാണ്. അപ്പം ഇവിടെ മുസ്ദലിഫിൻ്റെ ബോർഡറിൽ കണ്ടിട്ട് കയറിയാൽ മതി. കയറിയിട്ട് അവിടെ എവിടെന്നെങ്കിലും കല്ലെടുക്കണമല്ലോ. ആ കല്ലെടുക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ ആര് വന്നാലും തട്ടും, ഡ്രൈവറെ തട്ടും. അങ്ങനെ ഞാനൊന്ന് ഇറങ്ങി ചെന്നിട്ടേ അയാളൊന്ന് സൂപ്പിട്ട് സംസാരിച്ചതാ. ഞാൻ ഇറങ്ങി ചെന്നത് അല്ലാഹു റഹം വാൽദൈക്കുന്നു, അത് പറഞ്ഞാൽ ആൾക്ക് കുറച്ചൊരു റഹ്മത്തുണ്ടാവും. നിങ്ങളെ മാതാപിതാക്കൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അശ്രദ്ധത്തേക്ക് കഞ്ഞി ഒരു 10 മിനിറ്റ് ഒന്ന് വിട്. ഇയാളെന്താ, ഇയാൾ ഡ്രൈവറെ എടുത്ത് വരിക, ഡ്രൈവറെ വടി കൊണ്ട് അടിക്കുക, മംനുൽ വുഖൂഫ്, നിർത്താൻ പാടില്ല ഇതന്നെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഇറങ്ങി ചെന്നത് ഇയാളോട് ഇങ്ങനെ ചുണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അയാൾ എന്താ ചെയ്തതെന്നറിയോ? അയാൾ എൻ്റെ ചെവി ഇങ്ങോട്ട് പിടിച്ചിട്ട് തൊള്ളേക്കാണ്ട് വെച്ചിട്ട് മമ്മൂ എന്ന് പറഞ്ഞു. ഇതാണ് അവിടുത്തെ പോലീസ്. നല്ല വിലയാണ്. പിന്നെ നമ്മൾ എന്തു ചെയ്യും? നമുക്കൊന്നും പഠിക്കാമല്ലോ. മുസ്ദലിഫ കിട്ടിയാലോ, മുസ്ദലിഫയിൽ അല്പസമയം ഉണ്ടായാൽ മുസ്ദലിഫ ദാപ്പാർക്കലായി. അപ്പം നമ്മൾ അറഫ എന്ന രാത്രി ദിക്ർ ദുആ ഒക്കെ കഴിഞ്ഞ് പോരുകയാണ്. പകലാണ് ദിക്ർ ദുആ. അല്പം കൂട്ടമായും ഒക്കെ ഉസ്താദന്മാർ ദിക്ർ ദുആ ഒക്കെ നടത്തി ഒരല്പസമയം വെയിലത്തിറങ്ങി നിന്ന് ഒറ്റക്ക് ദുആരന്ന് സങ്കടപ്പെട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാനും പൊറുക്കലിന് തേടാനും സങ്കടപ്പെടാനും വിതുമ്പാനും എല്ലാം പറ്റിയ ദിവസമാണത്. അറഫയിലെത്തിയാലേ നിങ്ങളുടെ കുടുംബാദികളൊക്കെ ഒന്ന് വിളിക്കണം കേട്ടോ. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. പെങ്ങന്മാരെയും ചേട്ടന്മാരെയും ബാപ്പാനെയും ഉമ്മാനെയൊക്കെ ഒന്ന് വിളിച്ച് ഞാൻ അറഫയിലാണ് ഉള്ളത്, ഇന്നാണ് ഹജ്ജിൻ്റെ പ്രധാന ദിവസം, പാപ്പ ദ്വാരക്കണം, ഉമ്മ ദ്വാരക്കണം, പെങ്ങന്മാടി എടി നിന്നോട് ഞാൻ വല്ലത് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണം, അടിയന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കണം. ചില പെങ്ങന്മാരും അടിയന്മാരും ഇങ്ങനെ കൊമ്പോർത്തയാതി ഉണ്ടാവും. ഓ അറഫേന്നൊരു ഫോണ് പോയി വല്ല പണിയുണ്ടൊന്നും കാക്കാം അല്ലേ, അതും പ്രതീക്ഷിക്കണ്ടേ. എന്നാലും മൻ മൻ വസല വസലഹുല്ല, ആരാണോ ബന്ധം ചേർത്താൻ ശ്രമിച്ചത് അള്ളാഹു അവർക്ക് റഹ്മത്ത് കൊണ്ട് ചേർത്തി കൊടുക്കും. യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ കുടുംബ തകർച്ചകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഹക്കടപാടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണം, കൊടുത്തു തീർക്കേണ്ടതിന് അവധി വാങ്ങണം. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ആ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ പെങ്ങന്മാരായിട്ടോ അലിയന്മാരായിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരായിട്ടൊക്കെ വല്ല വിഷമോ മശക്കത്തോ ഒക്കെ ദീനിയായ കാര്യങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും നമ്മുടെ ഇഹലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കണം. അതതിൻ്റെ പ്രധാന ഘടകമാണ്. ഇത് തന്നെ മുമ്പൊരു ഹജ്ജ് ക്ലാസ് പറഞ്ഞപ്പോൾ ഒരു കാക്ക എഴുന്നേറ്റിട്ട് എല്ലാം പാടെ പൊരുത്തപ്പെടിപ്പിച്ചിട്ടൊന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണമെന്ന് വിചാരിച്ചാൽ വരുമ്പോഴും കഴിക്കും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ മക്കളായിട്ട് ഭയങ്കര കൊസറക്കൊള്ളിയാണ്. മക്കളോട് പറഞ്ഞിട്ടില്ല വാപ്പ ഹജ്ജിന് പോണത്. മക്കൾ അറിഞ്ഞിട്ടുണ്ട്. ഞാനെന്തിനു പറയണം, ഞാനവരോട് പറയില്ല, ഞാനെന്തിനു അങ്ങോട്ട് താന്നു കൊടുക്കണം എന്നുള്ളൊരു അങ്ങനെയല്ല. വാപ്പമാരങ്ങനെയല്ല, മക്കളോട് താന്നു കൊടുക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ദേവർശോല ഉസ്താദ് ദർശനം നടത്തുന്ന സ്ഥലത്താണത്. അങ്ങനെ പിന്നെ ഈ മക്കൾ ദേവർശോലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പ ഹജ്ജിന് പോകാനൊക്കെ അടുത്തായി, പോകണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് ചെല്ലാൻ അനുവാദം തന്നാൽ മതി എന്നാണ്. പാപ്പൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലാനൊരു അനുവാദം വാപ്പ തന്നാൽ മതി. അങ്ങനെ അയാൾ തയ്യാറായില്ല. ഇങ്ങനെ ദേവർശോലനെ ഞാൻ മിനയിൽ വെച്ച് കണ്ട്, മിനയിൽ നിന്ന് മുമ്പിൽ പറഞ്ഞു, സാറേ അന്ന് നിങ്ങൾ സംസാരിച്ചപ്പോൾ ചോദിച്ച ആളില്ലേ, അയാൾ ഹജ്ജിന് വന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്തേ? അയാൾ യാത്രൻ്റെ തലേ ദിവസം ഗുരുവായൂർ വെച്ച് ആക്സിഡൻ്റായി ആശുപത്രിയിലായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വലിയ കുന്തമനയുള്ള മനസ്സല്ല പടച്ചവൻ അങ്ങോട്ട് ക്ഷണിച്ചത്. നോർമലായ നിർമ്മലമായ ഒരു പകയില്ലാത്ത മനസ്സുകളെയാണ് അള്ളാഹു ക്ഷണിച്ചിട്ടുള്ളത്. എന്നിട്ട് അവരെ കൊണ്ടുപോയി കിടത്തുന്നത് ഈ മണ്ണിലാണോ, ഈ 60 സെന്റിമീറ്റർ ബെഡിലാണോ? എന്താ അതിനൊക്കെ തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി.
പാവങ്ങളെ വിളിച്ചിട്ടില്ല, പണക്കാരെ മാത്രമേ വിളിച്ചത്. പണക്കാരനെയാണ് വിളിച്ചത്, അവനെയാ കൊണ്ടുപോയി കിടത്തുന്നത്. അപ്പൊ അതിന് പാകപ്പെട്ടൊരു മനസ്സുണ്ടാകണം. ആ മനസ്സിലെ അറഫയിൽ നേരത്തെ എത്തിയാൽ ഇവരൊക്കെ ഒന്നുകൂടി ഒന്ന് ഫോൺ ചെയ്ത് അപ്പൊ എന്ത് സന്തോഷം ഉണ്ടാവും. വാപ്പിച്ചി അറഫേന്ന് വിളിച്ചു എന്ന് മക്കൾക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. എൻ്റെ ആങ്ങള എന്നെ അറഫേന്ന് വിളിച്ചു, കാക്കയെ ദ്വാരക്കനിട്ടാ എന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ചെയ്യണം. അതൊക്കെ അതിൻ്റെ പൊരുത്തത്തിൽപ്പെട്ടതാണ്. നേരെ മറിച്ചും ഉണ്ടാവും. ഓഹോ, അയാള് ഒരു അജ്ജ്, അയാളൊരു ആജിയര്, അറഫേന്നൊരു ഫോണ് എന്ന് പറയുന്ന ആരെങ്കിലും ഈ കുടുംബ ബന്ധങ്ങളിലുണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കേണ്ട. മൻ വസല, അതാണ് റസൂലുള്ളാഹി നമ്മൾ പറഞ്ഞ മൻ വസല, ആരാണോ ബന്ധം അങ്ങോട്ട് ചാർത്താൻ ശ്രമിച്ചത്, വസലഹുല്ലാഹ്, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അയാളെ കൂട്ടിപ്പിടിക്കും. ഒമൻ ഖതഅ, ഇയാള് ഫോൺ ചെയ്തപ്പോൾ മറുഭാഗത്ത് റിസീവർ എടുത്ത ആള് ഇങ്ങോട്ട് കൊസറക്കൊള്ളി പറഞ്ഞവനാണ്, അവൻ ഈ ബന്ധത്തെ മുറിച്ചു കളയാൻ ശ്രമിച്ചവനാണെങ്കിൽ ഖതഅഹുല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അയാളെ വെട്ടിമുറിച്ചു കളയും. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. അങ്ങനെ അറഫയിൽ ദിക്റ് ദുആ കഴിഞ്ഞ് രാത്രിയും അല്പം നിക്കൽ നല്ലതാണ്, സുന്നത്താണ്. അപ്പൊ മഗ്‌രിബിന് ശേഷം നമ്മൾ അവിടുന്ന് പോരുകയാണ്. ബസ്സിനാണെങ്കിൽ ബസ്സിന്, ട്രെയിനിനാണെങ്കിൽ ട്രെയിൻ. പോരുന്ന എവിടെക്ക? മുസ്ദലിഫയിലേക്ക്. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നത് ഹജ്ജിന്റെ വാജിബാത്തിൽ പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 അതിൽപ്പെട്ടതാണ്. എത്രയും ഉണ്ടാവേണ്ടുള്ളൂ? രാത്രി 12 മണിക്ക് ശേഷം ഒരല്പസമയം, നല്ലത് നേരം എടുക്കോളാം. അല്ലാഹുവിന്റെ റസൂൽ മുസ്ദലിഫയിൽ എത്തിയപ്പോൾ അവിടെ കിടന്നു. അവിടെ നിന്ന് കല്ലുകളൊക്കെ എടുത്ത് എന്നിട്ട് സുബഹി നിസ്കരിച്ചു. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മശ്അറുൽ ഹറാം എന്ന ചെറിയൊരു കുന്നുണ്ട്, അവിടെ വെച്ചുകൊണ്ട് നബിയും സ്വഹാബികളൊക്കെ ദ്വാരന്ന് അവർ നിന്നാണ് മിനായിലേക്ക് പോയത്. റസൂലുള്ളാഹി വാഹനപ്പുറത്താണ്, സ്വഹാബികൾ നടന്നാണ്. രോഗികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയൊക്കെ രാത്രിക്ക് രാത്രി തന്നെ മിനായിലേക്ക് നേരത്തെ പറഞ്ഞയച്ചിട്ടും ഉണ്ട് അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗൈഡുകൾ അമീറുമാരെന്താണോ പറയണത് അതനുസരിച്ച് മുസ്ദലിഫയിൽ നമ്മൾ രാപ്പാർത്ത് അവിടെ നിന്ന് 72 or 71 കല്ലുകൾ എടുത്ത് ഒരു പാത്രത്തിലാക്കി നമ്മൾ പോരുകയാണ്. എവിടത്തേക്ക്? മിനായിലേക്ക്. മിനായിൽ വന്നിട്ട് 7 കല്ലുകൾ ജംറത്തുൽ അഖബ എന്ന് പറയുന്ന സ്ഥലത്ത് എറിയണം. ഒരു ജംറ ഇവിടെ, മറ്റൊന്ന് നടുക്കൽ ക്യാമറ വെച്ചെടുത്ത്, മറ്റൊന്ന് അയറ്റത്ത്. ആ അയറ്റത്തുള്ളത് അവിടെ നമ്മുടെ പിന്നെ മക്കയാണ്. അതിനാണ് ജംറത്തുൽ അഖബ എന്ന് പറയുക. ഇതിന് 1-ാം ജംറ, ഇത് 2-ാം ജംറ, മറ്റത് 3-ാം ജംറ, ഇങ്ങനെയാണ് പറയുക. ആ 3-ാം ജംറയിൽ കൊണ്ടുപോയി 7 കല്ലുകൾ നമ്മൾ എറിഞ്ഞ്, അതിന് സൗകര്യപ്പെട്ട സാഹചര്യം ആണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഉപ്പമാരെയും ഉമ്മമാർക്കൊന്നും ചിലപ്പോൾ അതിന് കഴിയൂല. അപ്പൊ ഉസ്താദുമാർ എന്ത് ചെയ്യുന്നറിയോ? അവരെ എങ്ങനെയെങ്കിലും കൂട്ടം തെറ്റാതെ മിസ്സിങ് വരാതെ കൊണ്ടൊന്ന് നമ്മൾ ഇവിടുന്ന് മിനായിൽ തമ്പുന്നാണ്ട് പോയത്, ആ തമ്പ് അങ്ങോട്ട് കയറ്റി. എത്ര ആളുണ്ട്? 46 ആളുണ്ട്. അൽഹംദുലില്ലാഹ് 46 എണ്ണം മിസ്സാകാതെ കിട്ടിയിട്ടുണ്ട് എന്ന് സമാധാനിച്ച് അവിടെ കിടത്തി ഉറക്കി. കുറച്ച് കഞ്ഞി കുടിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും കഫക്കെട്ടാവും, അങ്ങനെ ആശുപത്രിയിൽ പോകേണ്ടി വരും. കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ വിശ്രമിച്ച് പിന്നെ വെയിലൊക്കെ ആറി സൗകര്യം പോലെയാണ് മിനായിൽ കല്ലെറിയാൻ കൊണ്ടുപോകുക. കല്ലെറിഞ്ഞ് 7 കല്ല് ജംറത്തുൽ അഖബയിൽ എറിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടി എടുക്കാം. ആണുങ്ങൾ കളയും, പെണ്ണുങ്ങൾ വെട്ടും. ഹജ്ജിൽ നിന്നും 1-ാം സലാം വീട്ടി എന്ന് പറഞ്ഞാൽ അർദ്ധവിരാമമായി. ടെൻസൊക്കെ കഴിഞ്ഞ് ഇഹ്റാം കഴിഞ്ഞു, അവൻ റൂമിൽ തന്നെ ചെയ്തത്, അല്ലെങ്കിൽ മദീനത്ത് പോരുമ്പോഴാണ് ചെയ്തത്. 2 അറഫ കഴിഞ്ഞു, വാജിബാത്തായ മുസ്ദലിഫ കഴിഞ്ഞു, പിന്നെ ജംറത്തുൽ അഖബ കഴിഞ്ഞു, മുടി തഹല്ലുലായി. നമ്മൾ ഇനി എന്ത് ബാക്കിയുണ്ട്? തവാഫും സഅയും ബാക്കിയുണ്ട്. അപ്പോൾ അറഫക്ക് ശേഷം ആകണം ഈ തവാഫ് കഴിഞ്ഞ് വരാനിരിക്കുന്നേ ഉള്ളൂ. മുടി മുടിക്കുന്നത് കല്ലേറിന് ശേഷമാകണം. ഇങ്ങനെയാണ് അതിന് നിയമം. അതാണ് പ്രധാനപ്പെട്ടവയിൽ തർത്തീബ് എന്ന് പറയുന്നത്. ഇപ്പൊ കല്ലേറ് കഴിഞ്ഞ് മുടി മുറിച്ചു, ഇപ്പൊ ഹജ്ജിൽ നിന്ന് അർദ്ധവിരാമമായി. ഇനി നമ്മൾ സൗകര്യം പോലെ നോക്കിയിട്ട് തിക്കും തിരക്കിലൊന്നും പെടാതെ നാട്ടിൽ തിരിച്ചെത്തിക്കണമല്ലോ. അങ്ങനെ നോക്കിയിട്ട് വാഹനം പിടിച്ചോ നടന്നോ മക്കത്ത് പോയി
ഹജ്ജിൻ്റെ ഫറവായ തവാഫ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ സഅയും ചെയ്ത്, എന്നാൽ നമ്മൾ ഹജ്ജിൻ്റെ പൂർണ്ണ അമലുകളായി. ഇനി ബാക്കിയുള്ള എന്താ? അയ്യാമുത്ത ശരീക്കിൻ്റെ മാസം 11, 12, 13 രാവുകളിൽ മിനായിലുണ്ടാകണം. ഞാൻ റൂമിൽ നിന്നോളാന്ന് പറഞ്ഞാൽ പറ്റൂല. പറ്റായില്ല, വയ്യാത്തവരാണെങ്കിൽ റൂമിൽ നിന്നാൽ മതി. അതിന് ഫിദിയ കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ ആ പകലുകളിൽ കല്ലെറിയുകയും ചെയ്യണം. അത് ഒരു സ്ഥലത്തല്ല, 3 സ്ഥലത്തും കല്ലെറിയണം. ഇതോടുകൂടി ഹജ്ജ് പൂർണ്ണമായി. ഇനി നാട്ടിലേക്ക് തിരിച്ചു പോരാനാകുമ്പോൾ പരിശുദ്ധ മക്കയിൽ ചെന്ന് വദാഇന്റെ തവാഫ് ചെയ്യണം. അതോടുകൂടി ഫർദുകളും പൂർത്തിയായി, വാജിബാത്തുകളും പൂർത്തിയായി. സുന്നത്തുകൾ ധാരാളമുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സൂക്ഷിക്കേണ്ട മുഹറമാത്തുൽ ഇഹ്റാം നിങ്ങളോട് ഞാൻ പറഞ്ഞു, വാജിബാത്തുകൾ പറഞ്ഞു, റുക്നുകൾ പറഞ്ഞു. ഇതാണ് ഈ ഒരു ചെറിയ ചിത്രമാണ് ഹജ്ജിൻ്റെ ഒരു ചിത്രം. ഇതുപോലെ ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് തിരിയേണ്ടതോ സംശയമുള്ളതോ മനസ്സിലാകേണ്ടതോ ആയ എന്ത് സംശയവും ചോദിക്കാം ഹജ്ജ് സംബന്ധമായി. എറിയുമ്പോൾ അള്ളൂറിന്റെ മുമ്പാണ് എന്നൊക്കെ ഇവിടെ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് ഇപ്പൊ പറഞ്ഞത് അള്ളൂറിന്റെ ശേഷം എറിയാന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി വിശദീകരിച്ചാൽ തരക്കിടില്ല. അത് നല്ലൊരു ചോദ്യമാണ്. ഹലോ, കയ്യിലുള്ള ആ ക്ലാസ് നടക്കണം, ഈ ക്ലാസ് നടക്കണം, രണ്ട് ക്ലാസ്സും നടക്കണം. ചായ ക്ലാസ്സും വേണം, ഹജ്ജ് ക്ലാസ്സും വേണം. പിന്നെ ജംറത്തുൽ അഖബയെ എറിയേണ്ടത് ളുഹറിന് മുമ്പല്ലേ എന്നാണ് ചോദ്യം. ജംറത്തുൽ അഖബ പെരുന്നാളിൻ്റെ അന്നത്തെ ഏറ്, മാസം 11-ന്റെ ഏറ്, 12-ന്റെ ഏറ്, 13-ന്റെ ഏറ്, ഈ 4 ദിവസത്തെ ഏറിനും വിശാലമായ സമയമുണ്ട്. അദാഇന്റെ സമയമുണ്ട്, ഖളാഇന്റെ സമയമുണ്ട്. ഇപ്പൊ നമ്മൾ അസർ വാങ്ങ് കൊടുത്തു, ഇപ്പൊ അസർ അദാഇന്റെ സമയമാണ്. മഗ്രിബ് വാങ്ങ് കൊടുത്താൽ ഖളാ ആയിപ്പോയി. എന്ന മാതിരി ഏറെ സമയം ഖളാ ആകുന്നത് അവസാനത്തെ ദിവസം മാസം 13-ന്റെ മഗ്രിബോട് കൂടിയാണ്. അപ്പൊ ഒരാൾക്ക് പെരുന്നാളിൻ്റെ അന്ന് എറിയാൻ പറ്റിയില്ല, പിറ്റേ ദിവസം എറിയാൻ പറ്റിയില്ല, പിറ്റേ ദിവസം എറിയാൻ പറ്റിയില്ല. എല്ലാ ദിവസത്തെ ഏറും പാടെ ലാസ്റ്റ് ദിവസം പോയി എറിഞ്ഞാലും മതി. പിന്നെ പെരുന്നാളിൻ്റെ അന്ന്, നിങ്ങൾക്കറിയാൻ പറഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് സുബഹയുടെ മുമ്പേ പാതിരാമുതൽ സമയം തുടങ്ങി. നമ്മൾ മുസ്ദലിഫയിലെത്തിയല്ലോ, അന്ന് പാതിരാക്ക് കല്ലേറിന്റെ സമയം തുടങ്ങി, മുസ്ദലിഫയിൽ ലാപ്പാർക്കുന്നതിന്റെ സമയം തുടങ്ങി, മക്കത്ത് പോയി തവാഫ് ചെയ്യണതിന്റെ സമയം തുടങ്ങി. 3 ഇബാദത്തുകളുടെ സമയം നമ്മൾ മുസ്ദലിഫയിലെത്തിയ പാതിരാ സമയത്ത് തുടങ്ങി. മുസ്ദലിഫയിൽ ലാപ്പാർക്കുന്ന സമയം അപ്പോഴേ തുടങ്ങുള്ളൂ. നമ്മൾ മഗ്രിബിന് മുസ്ദലിഫയിലെത്തി, സമയമായിട്ടില്ല. 10 മണിക്കെത്തി, സമയമായിട്ടില്ല. രാത്രി 12 പകുതിയാകണം. അതെ, അതെപ്പോഴാ കഴിയല്? സുബഹിയോടുകൂടി. കല്ലേറിന് സമയം തുടങ്ങി. അതിൽ ഏറ്റവും അഫ്ളല് ളുഹറിന് മുമ്പ് എറിയലാണ്. അന്ന് മഗ്രിബിന് മുമ്പ് എറിയാം, അതും ജായിസാണ്, അഫ്ളലാണ്. മഗ്രിബും കഴിഞ്ഞ് ഖളാ ആയിട്ടില്ല, അതാ ആണ്. അന്നെറിയാൻ പറ്റിയില്ലെങ്കിൽ രാത്രി എറിയാൽ മതി, പിറ്റന്നാൾ എറിഞ്ഞാൽ മതി, പിറ്റന്നാൾ രാവിലെ പോയാൽ മതി, എപ്പോൾ പോയാലും മതി. 3 ദിവസത്തെ ഏറും ഒരു ദിവസം ചെന്നിട്ട് എറിയണമെങ്കിൽ ഇതൊരു ജംറ, ഇതൊരു ജംറ, അതൊരു ജംറ. ഇവിടെ വന്നിട്ട് ഇന്നലത്തതും മിഞ്ഞാന്നത്തതും അതിൻ്റെ മുമ്പത്തതും എല്ലാം പാട് കൂടി അല്ലാഹു അക്ബർ പറ്റൂല. ആദ്യം പെരുന്നാളിൻ്റെ അന്നത്തെ എറിയുന്ന അവിടെ പോയി എറിയണം, തിരിച്ചു വരണം. 1-ാം ജംറയിൽ 1-ാം ദിവസത്തത് എറിഞ്ഞ്, 2-ാം ജംറയിൽ എറിഞ്ഞ്, 3-ാം ജംറയിൽ എറിഞ്ഞ്, ഒരു ദിവസത്തത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരണം. 2-ാം ദിവസത്തെ തുടങ്ങണം. 1, 2, 3 ഇങ്ങനെ എറിയണം. ഖളാ ആയിട്ടില്ല, അദാഇന്റെ സമയമാണ്. അത് വേണ്ടില്ല, അത് വേണ്ട. അറവ് എങ്ങനെ അറക്കാൻ സൗകര്യപ്പെടങ്ങനെ? അറവ് എന്ന് പറഞ്ഞാല് തമത്തുഴിന്റെ അറവ് എന്ന് പറഞ്ഞാൽ തമത്തുഴിന്റെ അറവ്, പിന്നെ ഫിദിയയുടെ അറവ്, ഇങ്ങനെ 2-3 ജാതി. ഉളുഹിയ്യത്തിന്റെ അറവ്, പല ജാതി അറവും ഹജ്ജിന് പോയവർക്കുണ്ട്.
ഉദ്ഹിയ്യത്ത് ഇഷ്ടമുണ്ടെങ്കിൽ സുന്നത്താണ്, അവിടെയും നടത്താം ഇവിടെയും നടത്താം. തമത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന രൂപമാണല്ലോ. ആ രൂപത്തിൽ ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഒരറവ് നിർബന്ധമാണ്. പക്ഷെ അറവ് ഒഴിവാകുന്ന രൂപവും ഉണ്ട്. അതെന്താ? എന്തിനാണ് ഈ അറവ് വന്നത്? മൃഗത്തെ അറക്കൽ വന്നത് എന്തിനാ? ഹജ്ജിന് നിശ്ചയിച്ച മീഖാത്തിൽ നിന്നും ഹജ്ജിന് ഇഹ്റാം കെട്ടിയില്ല എന്നുള്ളതാണ്. നമ്മൾ മീഖാത്ത്, നമ്മൾ ഇവിടുന്ന് വിമാനത്തിന് പോകുമ്പോൾ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിമാനത്തിന് വരുമ്പോൾ, നിങ്ങൾ സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്ത് ജീവിച്ചവർ കുറേ ഉണ്ടാവുമല്ലോ ഇതിനകത്ത്. നിങ്ങൾ മക്കത്തുനിന്ന് അൽസൈൽ റോഡിന് പോവുക. അസൈൽ റോഡിന് പോയിട്ടുണ്ടെങ്കിൽ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ മീഖാത്ത് കാണാം. നമ്മളെ മീഖാത്ത് യലംലം, അത് ചെങ്കടലിന്റെ തീരത്താണ്. വലിയ പള്ളിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പോകുന്ന വഴിയിലാണ്. അപ്പൊ ആകാശ ലൈനിലോ കപ്പൽ വഴിയോ വരുമ്പോൾ ഈ മീഖാത്ത് കഴിഞ്ഞിട്ടാണ് ജിദ്ദ എയർപോർട്ടുള്ളത്. കപ്പൽ വഴിയാണെങ്കിലും സീപോർട്ട് കിടക്കുന്നതും എയർപോർട്ട് കിടക്കുന്നതും ജിദ്ദയിലാണ്. ഇത് കഴിഞ്ഞ് കുറെ ഓടിയിട്ടാണ് അത് മീഖാത്ത് കഴിഞ്ഞ് ഓടിയിട്ടാണ് പോർട്ടുള്ളത്. അപ്പൊ ഈ മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്. അവിടെ എത്തുമ്പോൾ നമുക്ക് അസൗകര്യം. അവിടെ എത്തിയിട്ട് ഇഹ്റാം കെട്ടുന്ന ഞാൻ എന്തിനാ അർത്ഥം എന്തേ ഉള്ളൂ? അവിടെ എത്തിയാൽ ഇഹ്റാം കെട്ടാതെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ്. നമ്മൾ ഇഹ്റാം കെട്ടി, അത് അവിടെ എത്തുന്നതിന് മുമ്പ് എയർപോർട്ടിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. അത് എന്തിനാ ഇത് കെട്ടിയത്? ഉംറക്കാണ്. ആ ഹജ്ജിന്റെ മീഖാത്തായി നിശ്ചയിച്ച് അവിടെ എത്തിയപ്പോൾ നമ്മൾ ഹജ്ജ് മാസത്തിൽ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ടില്ല. അതിനൊരു പരിഹരിക്കാനാണ് അറവ്. പക്ഷേ നമ്മൾ മദീനത്താദ്യം പോവുകയും മദീനത്തുനിന്ന് വരുമ്പോൾ ഹജ്ജിന്റെ മീഖാത്തായ ദുൽഹുലൈബയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം കെട്ടുകയും ചെയ്താൽ ഇത് പരിഹരിച്ചു. അപ്പൊ അറവ് നിർബന്ധമാണ്. നമ്മളെ പോയി അറക്കാത്ത ആരെടുത്തെങ്കിലും ഏൽപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി അറക്കുക. അങ്ങനെ അറക്കാൻ സൗകര്യപ്പെടുന്നു. 16,000 രൂപ ഗവൺമെന്റില് അത് ഇക്കൊല്ലം അത് ഓപ്ഷൻ ആക്കിയല്ലോ. ഇക്കൊല്ലം അത് ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. നിർബന്ധം ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുത്തവർക്ക് കാശ് മടക്കി കൊടുക്കണമുണ്ട്. ഹജ്ജിനും ഉംറക്കും പാടെ ഖിറാനായിട്ട് ഇഹ്റാം ചെയ്തവർക്കും അറവ് നിർബന്ധമാണ്. അതായത് അഫ്ളല് അയ്യാമുത്ത് ശരീഖ് പെരുന്നാളിന്റെ അന്നാണ്. അത് നമ്മളെ കൊണ്ട് എന്തായാലും കഴിയില്ല. ഗൾഫിൽ നിന്നൊക്കെ പോണ കേരളക്കാർക്ക് പറ്റും. പിന്നെ ഉള്ളത് അയ്യാമുത്ത് ശരീഖിന്റെ ദിവസങ്ങളിൽ ആയിരിക്കുക എന്നാണ്. അത് എല്ലാവരും കൂടി ചെയ്യിപ്പിക്കും. അയ്യാമുത്ത് ശരീഖും വിട്ട് ബന്ധിക്കൽ കറാഹത്താണ്. അത്രേ ഉള്ളൂ. ഹജ്ജിന്റെ ഫറലായ തവാഫ് തുടങ്ങിയത് എപ്പോഴാ? സമയം മുസ്ദലിഫയിൽ വെച്ചിട്ട്. കഴിയുന്നത് എപ്പോഴാ? ഒരു മനുഷ്യന്റെ പുരുഷായുസ് മുഴുവനുണ്ട്. ഒരാൾ അറബൊക്കെ കഴിഞ്ഞ് മിനയിൽ വന്ന് പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി. 4 ആഴ്ച കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് പോകുന്നത്. അപ്പൊ ചെയ്താൽ മതി. അതിന് പ്രത്യേകം വിധിയെ, അതിന് പ്രത്യേകം കലാവോ അതൊന്നുമില്ല. ഒരാളുടെ ആയുഷ്കാലം മുഴുവനുണ്ട്. പക്ഷെ അത് കഴിയുമ്പോഴേ ഹജ്ജാവുള്ളൂ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടുകാരോട് യാത്ര പറയേണ്ടത് എങ്ങനെ? കുറേ സമയം കെട്ടിപ്പിടിച്ച് പറയണം. അല്ല, കുറേ സമയം ഏതായാലും കെട്ടിപ്പിടിക്കാൻ പാടില്ല. കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് പറഞ്ഞാൽ മതി. എന്താ പറയേണ്ടത് അറിയോ? അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീമ അമലിക സവ്വദകല്ലാഹു തഖ്വാ സവ്വദകല്ലാഹു തഖ്വാ ഇദാ സവ്വദകല്ലാഹു തഖ്വാ വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത. ഇതാ യാത്ര പറയുമ്പോൾ ചെല്ലാൻ റസൂൽ പഠിപ്പിച്ച ദിക്ർ. തവാഫിനെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. തവാഫ് എന്നാണ് പറഞ്ഞു പോയിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾ പലവട്ടം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പഠിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ് ആകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ക്ലാസ് വേണം, രാവിലെയും വൈകിട്ടൊക്കെ പടയിട്ട്. അല്ല പിന്നെ തവാഫ് കാണിച്ച് കാബം പരിചയപ്പെടുത്തി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനൊരു ഒരു ചെറിയൊരു സ്ട്രക്ചർ നിങ്ങളെ കയ്യിൽ തന്നേ ഉള്ളൂ. ഇരിക്കട്ടെ. അപ്പൊ യാത്ര പറയുമ്പോൾ ഇതാ എന്താ പറയണ്ടത്? അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീമ അമലിക സവ്വദകല്ലാഹു തഖ്വാ. ഇത് പോണ ആളും യാത്ര അയക്കുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾ അവിടെ ക്ലാസ് നടത്തല്ലേ?
സവ്വദകല്ലാഹു തഖ്വ, അല്ലാഹു തആല തഖ്വ നിങ്ങളെ ഭക്ഷണമാക്കി നൽകട്ടെ. വയസ്സറ ലകൽ ഖൈറ ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും അല്ലാഹു ഖൈർ നിങ്ങൾക്ക് എളുപ്പമാക്കി തരട്ടെ. ഇതാണ് യാത്ര പറയുമ്പോൾ ചെല്ലേണ്ട ദുആ. അത് അറബി ചെല്ലാൻ കാണാപ്പാട ആർക്കും അറിയലുണ്ടാവൂല. അപ്പൊ എന്ത് ചെയ്യാ, ഏടുണ്ടാവും, ഏട് നോക്കി ചെല്ല. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം മീനിങ് അങ്ങോട്ട് പറയാ. മീനിങ് പറഞ്ഞാൽ ദുആയാകുമെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ ദുആ നടത്തുമ്പോൾ കിട്ടുന്ന കൂലി കിട്ടൂല. അറബിന് പൈസ കൊടുത്തത് ഹദിയക്ക് ആണോ ഉളുഹിയ്യത്തിനൊക്കെ നിർബന്ധമല്ലല്ലോ. അതായത് ഉളുഹിയ്യത്ത് നിർബന്ധമല്ല. ഹദിയ ഗവൺമെന്റിൽ പൈസ അടച്ചത് ഫിദിയക്കാണോ, അത് കുറച്ചൊരു പ്രയാസ. എന്തിന്റെ ഫിദിയ? തമത്തുഇന്റെ ഫിദിയ. ഫിദിയ ഗവൺമെന്റിനെ പൈസ ഏൽപ്പിച്ചിട്ട് എന്ത് കാര്യം? അത് നമ്മൾ ഈ ഫോം പൂരിപ്പിച്ച് ഫോമിൽ ഓപ്ഷൻ ടിക്കറ്റ് കൊടുക്കണേടത്ത് വിവരമുള്ളവരോട് ചോദിച്ച് ചെയ്യാത്തത് കൊണ്ട് വരുന്ന അപകട. ഗവൺമെന്റിന്റെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഫിദിയ നമ്മളെ വക്കാലത്തേൽപ്പിക്കല്ലേ, നമ്മൾ ഇറക്കലല്ലോ. ആരെ വക്കാലത്തേൽപ്പിച്ചത്? മോദിനെ, ഇവിടുത്തെ ഹജ്ജ് ഗവൺമെന്റ്, ഹജ്ജിന്റെ ആളുകളെ. അതുകൊണ്ട് എന്ത് കാര്യം? ജിഹത്തല്ലേ അത്. ഒരു വ്യക്തിയെ സൗദി ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധമില്ല. വക്കാലത്തൊരു വ്യക്തിയെ വക്കാലത്തേൽപ്പിക്കണം. എന്റെ ഫിദി അറക്കാൻ ഞാൻ താങ്കളെ വക്കാലത്തേൽപ്പിച്ചു. വക്കാലത്തൊരു വ്യക്തി ഏൽപ്പിക്കണം. അത് അവരൊരു കാർഡ് തരുമെന്ന്. ആ കാർഡ് എന്ത് കാര്യം? പൈസ കിട്ടിയെന്നുള്ളതിന് റെസീറ്റ്. എപ്പോൾ അറക്കും? എന്റെ ഹദി എന്നാണ് അറക്കുക, എന്റെ ഫിദി എന്നാ അറക്കുക, ഇത് കാണാൻ വരാൻ പറ്റുമോ? നോനോ. ഒന്ന്. രണ്ടാമത്തത്, ഫിദിയ അർത്താൽ നിർബന്ധ അറവാണ്. ആ ഇറച്ചി ഹറമിൽ തന്നെ കൊടുക്കണം. മക്ക ഹറമിൽ തന്നെ വിതരണം ചെയ്യണം. ഉളുഹിയ്യത്ത് അങ്ങനെയല്ല. ഉളുഹിയ്യത്ത് എല്ലാ നാട്ടിലും കൊടുത്തേക്കാം. ഏത് സഖീറത്തായ നാട്ടിലേക്കും ഉളുഹിയ്യത്ത് കൊടുത്തേക്കാം. ഫിദിയ മക്ക ഹറമിലുള്ള പാവങ്ങൾക്ക് കൊടുക്കണം. ഇത് ഇവരിങ്ങനെ അർത്ഥം ഇങ്ങനെ തള്ളണത് മുഴുവനും അങ്ങനെ കണ്ടെയ്നർ കയറ്റിയിട്ട് ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ ഫലസ്തീനിലേക്കും ഗസയിലേക്കൊക്കെ അയക്കേണ്ടതാണ്. പക്ഷെ ഫിദിയ അയച്ചാൽ നമ്മളെ മദ്ഹബ് പ്രകാരം, നമ്മളെ ഫിഖ് പ്രകാരം അത് സഹിയാവൂല. മാർഗം വേറെ കാശ് കൊടുത്തിറക്കണം. വേറൊരു മാർഗമില്ല. ഈ കാശ് പോയി. ഉസ്താദ്, ആയിക്കോട്ടെ. ചിലരെങ്കിലും ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതിനെ സംബന്ധിച്ചൊന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. അതായത് ദുൽഹിജ്ജ ഒരു 3-നോ 4-നോ ഒക്കെയാണ് നമ്മൾ ഇവിടുന്ന് പോകണമെന്ന് വിചാരിക്കാം, കേരളത്തിൽ നിന്ന്, സൗദി അറേബ്യ എന്നല്ല. എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഹജ്ജിന് ഇഹ്റാം കെട്ടി പോയാൽ മതി. അതാണ് അഫ്ളൽ. ഹജ്ജിന് ഇഹ്റാം കെട്ടി നേരെ മക്കത്തെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഖുദൂമിന്റെ സുന്നത്തായ ഒരു തവാഫുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പലഹാരപ്പൊതി കൊണ്ട് ചെല്ലൂലേ, എന്ന മാതിരി കഅബത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എങ്ങനെ ചെല്ലണത്? ഹജ്ജിന് ഇഹ്റാം കെട്ടി ചെല്ലുകയാണ്. ചെല്ലുന്ന എല്ലാവർക്കും ഇല്ല. ഹജ്ജിന് ഇഹ്റാം കെട്ടി മക്കത്തേക്ക് ചെല്ലുന്ന ആളുകൾ കഅബ ശരീഫിന് സമർപ്പിക്കുന്ന തവാഫിന്റെ പേരാണ് ഖുദൂം. ആ ഖുദൂമിന്റെ തവാഫ് ചെയ്താൽ ഹജ്ജിന്റെ ഫറലായ സഅയ് നമുക്ക് ഇപ്പൊ ചെയ്തു വെക്കാം. ഹജ്ജിന്റെ ഫറലായ സഅയ് എപ്പോഴതിന്റെ ടൈം? അത് ഫറലായ തവാഫ് കഴിഞ്ഞാലാണ്. പക്ഷേ എന്ത് ചെയ്യാം? ഖുദൂമിന്റെ തവാഫ് കഴിഞ്ഞാലും ചെയ്യാം. അപ്പൊ നമുക്ക് വലിയ സൗകര്യങ്ങളുണ്ട്. തിരക്കില്ലാതെ സഅയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ മക്കത്തങ്ങനെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ 8-ന് മിനായിൽ പോയി, അറഫയിൽ 9-ന് പോയി, 10-ന് വീണ്ടും മിനായിൽ വന്ന് പിന്നെ സൗകര്യം പോലെ മക്കത്ത് വന്ന് തവാഫ് കഴിഞ്ഞു, ഹജ്ജ് കഴിഞ്ഞു. മുടി മുറിച്ച ഹജ്ജ് കഴിഞ്ഞു. അതാണ് അഫ്ളലായ രൂപം. എന്നിട്ട് അയ്യാമുത്ത് ശരീക്ക് കഴിഞ്ഞതിന് ശേഷം എന്റെ ഹജ്ജൊക്കെ കഴിഞ്ഞല്ലോ, ഇനി മിനാൽക്ക് പോണതിന് മുമ്പ് തന്നെ ഒരു ഉംറക്ക് പോട്ട്, അത് പറ്റില്ല. ഖുദൂമിന്റെ മുഫ്രിദായ ഹാജിക്ക് അയ്യാമുത്ത് ശരീക്കിൻ ദിവസം അഫ്ളല് മിനായിൽ ഉണ്ടാകലാണ്. അത് കഴിഞ്ഞിട്ടേ അയാൾ ഉംറക്ക് പോകാവൂ. അങ്ങനെ ഒരു മസാല ഉണ്ട്. അതായത് അയ്യാമുത്ത് ശരീക്കിന്റെ മാസം 11, 12, 13 ഈ ദിവസങ്ങളിൽ മിനായിൽ രാപ്പാർക്കലും ഈ പകലുകളിൽ എറിയലും വാജിബാത്തുകളാണ്. സഹോദരിമാരെ, ഒന്ന് നിങ്ങൾ സഹകരിക്കണം, സംസാരിക്കരുത്. പിന്നെ വാജിബാത്തുകളാണ്. അതിൽ ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. ശരി, നമ്മൾ എന്നാണ് അയ്യാമത്ത് ശരീക്ക് ദിവസം പറഞ്ഞത്? തിങ്കൾ പെരുന്നാളാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം. ചൊവ്വാഴ്ച കല്ലെറിയുന്നതിന് വേണ്ടി തിങ്കളാഴ്ച രാത്രി അവിടെ പാർത്തു. ബുധനാഴ്ച കല്ലെറിയുന്നതിന് വേണ്ടി ചൊവ്വാഴ്ച രാത്രിയും പാർത്തു. ഇപ്പൊ 2 ദിവസമായല്ലോ. 2 രാപ്പാർത്തു, 2 കല്ലേറും കഴിഞ്ഞു.
ഈ മാസം 12-ൻ്റെ അന്ന് കല്ലേറൊക്കെ കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബിന് മുമ്പ്, മഗ്‌രിബിൻ്റെ ഒരു പറ്റില്ല, മഗ്‌രിബിന് മുമ്പ് നമ്മൾ ഈ മിനായുടെ ബോർഡർ അങ്ങോട്ട് കടന്ന് മക്കയുടെ അതിർത്തിക്കാണ്ട് കയറി ഇന്ന് ഞാൻ ഇതുകൊണ്ട് മതിയാക്കിയും നിയ്യത്തും ചെയ്ത് ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരേണ്ടതുമില്ല, ഇവിടെ പാർക്കേണ്ടതുമില്ല, പിറ്റേ 13-ൻ്റെ അന്ന് കല്ലെറിയേണ്ടതും ഇല്ല. നേരെ അവിടെ റൂം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി കിടന്നുറങ്ങാം. നാട്ടിക്ക് ടിക്കറ്റ് ആണെങ്കിൽ നാട്ടിക്ക് പോരാം. 12-ൻ്റെ അന്ന് തന്നെ നാളത്തേതും പാടെ എന്ന് പറഞ്ഞ് എറിയാൻ പാടില്ല. വേണ്ടാന്നല്ല, പാടില്ല. എന്തുകൊണ്ട്? അതെറിയണമെന്നുണ്ടെങ്കിൽ അന്ന് രാവ് അവിടെ പാർക്കണം. ആ മൈക്ക് മുമ്പ് കൊടുക്ക്. അതില്ല. വദാഇന്റെ തവാഫും ഇഫാദത്തിന്റെ ഫറളായ തവാഫും ഒരുമിപ്പിക്കാൻ ഒരു വകുപ്പുമില്ല. അങ്ങനെ അതായത് മിന എവിടെയൊക്കെയാണെന്ന് അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്, അറഫ എവിടെയാണെന്ന് അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെന്താന്ന് പറഞ്ഞാൽ ന്യൂ മിന എന്ന് പറഞ്ഞിട്ട് ഒരു മീൻ ഉണ്ടായിരിക്കുന്നു. അത് സത്യത്തിൽ മിനയുടെ അതിർത്തിയിൽ പെട്ടതല്ല. കഴിഞ്ഞ കൊല്ലം കേരളത്തില് നിന്ന് പോയ 90% ഹാജിമാരും അവിടെയായിരുന്നു തമ്പ്, ഞാൻ ഉൾപ്പെടെ. പിന്നെ ഇനിയിപ്പോൾ എന്ത് അതിന് മസാല ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പഠിക്കണ്ട. അത് അവിടുന്ന് അങ്ങനെ ആണെങ്കിൽ പോണ ആളുകൾ അവിടുന്ന് പറഞ്ഞു തരും. സൂക്ഷ്മത കുറച്ചും കൂടി ഇങ്ങോട്ട് കിടന്ന് മിനായുടെ ആ സ്ഥലത്ത് തന്നെ താമസിക്കുകയാണ് വേണ്ടത്. അതിന് ഉദ്യോഗസ്ഥന്മാർ മുഖേനയോ പോലീസ് മുഖേനയോ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ സൗകര്യമില്ലെങ്കിൽ പിന്നെ ന്യൂമിനയിൽ താമസിക്കാമെന്ന് നമ്മൾ ശാഫിഈ ഫിഖ് അനുവാദം തരുന്നുണ്ട്. അല്ല, മിനയിൽ രാപ്പാർക്കാന്ന് ഞാൻ മുഅ്ളമുല്ലേ രാത്രി മഗ്‌രിബ് 7 മണിക്ക്, സുബഹി 5 മണിക്ക്. അപ്പം 8, 9, 10, 11, 12, 1, 2, 3, 4, 5 10 മണിക്കൂറുണ്ട്. അപ്പം 5.5 മണിക്കൂറെങ്കിലും നിൽക്കണം. ആ അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ ഉള്ള ജമ്മും ഖസറും. റസൂലുള്ളാഹി തങ്ങൾ മുസാഫിറായിരുന്നു. അതിനാണ് ഞാൻ ആദ്യ ഹദീസ് പറഞ്ഞത്. റസൂലുള്ള മക്കത്തെത്തിയതെന്ന ദുൽഹിജ്ജ 4 ഞായറാഴ്ച. നമ്മൾ ഇവിടുന്ന് ഒരു ബോംബെ യാത്ര പോവുകയാണ്. ബോംബെയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശം എന്താ? കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം എന്നാണ്. അപ്പം ചെന്ന അന്ന് തന്നെ യാത്ര കഴിഞ്ഞു, അവസാനിച്ചു. മുസാഫിറിൻ്റെ ആനുകൂല്യമില്ല. 2 ദിവസം നിൽക്കണമെന്നാ, മുസാഫിറാണ്, അപ്പോൾ യാത്രാനുകൂല്യമുണ്ട്. എന്നതുപോലെ 3-ലധികം പൂർണ്ണമായ 4 ദിവസം നിന്നാലേ അവിടെ യാത്ര അവസാനിക്കുള്ളൂ. റസൂല ഞായറാഴ്ച എത്തിയ പകല് കൂട്ടൂല, ളുഹറിന എത്തിയത് പകല് കൂട്ടൂല. അപ്പം ഞായറാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച രാത്രി 1, ചൊവ്വാഴ്ച രാത്രി 2, ബുധനാഴ്ച രാത്രി 3, വ്യാഴാഴ്ച സുബഹിക്ക് പോവുകയും ചെയ്തു മിനായിലേക്ക്. അപ്പം 4 ദിവസം റസൂലുള്ള മക്കത്ത് നിന്നിട്ടില്ല. അതുകൊണ്ട് ഇമാം നവവി തങ്ങളും ശാഫിഈ ഫുഖഹാവും മുഴുവനും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മിനയിലും അറഫയിലും ഒക്കെ മുസാഫിറായിരുന്നു. അതുകൊണ്ട് മുസാഫിറിനാണ് എന്ത് ജമ്മും ഖസറും ബാധകം. ഹജ്ജിന് വേണ്ടി മാത്രമായും കൊണ്ട് ഒരു ജംഉമില്ല ഖസറുമില്ല. ശാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. അതേസമയം ഹനഫി ഫിഖ്ഹില് യാത്രക്കാരന് ജമ്മു ഖസർ ഇല്ല. അവർക്ക് ഹജ്ജിന് വേണ്ടി മാത്രം ഉണ്ട് ജമ്മ്. അതെവിടെയാ? അല്ലാഹുവിന്റെ റസൂല് അറഫയിൽ ളുഹുർ അസ്റും ജമ്മാക്കി, മഗ്‌രിബ് ഇശാ മുസ്ദലിഫയിൽ വന്ന് ജമ്മാക്കി നിസ്കരിച്ചു, ഖസറാക്കി നിസ്കരിച്ചു. അത് മാത്രമേ അവർക്കുള്ളൂ. കുറേയധികം ഹംബലികളും പുതിയ മോഡേണിസ്റ്റുകളൊക്കെ ആ ഹദീസ് പിടിച്ചിട്ട് ആണ് ജമ്മാക്കണത്. നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റൂല. നമ്മൾ ആകെ 1.5 അക്ഷരമേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 1.25 അക്ഷരം. അത് ശാഫിഈ ഫിഖ്ഹ് പഠിച്ചിട്ടുള്ളത്. അപ്പം ആ ഫിഖ്ഹിൽ നിന്നുകൊണ്ടേ നമുക്ക് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ അമലിൽ നമ്മൾ മുസാഫിറാണോ ചെയ്യാം, ഇല്ലേ പൂർത്തിയാക്കണം. അതെ, അത് മുസാഫിർ എന്നുള്ള നിലക്കണത്. അല്ല, നമ്മൾ
ഈ പ്രൈവറ്റ് സംഘങ്ങളൊക്കെ മദീനത്തു നിന്ന് പുറപ്പെടുമ്പോൾ മദീനത്ത് പോയിട്ട് വരുന്നവരാണെങ്കിൽ, പ്രൈവറ്റിനെ ആദ്യം പറയട്ടെ, ഇപ്പം മദീനത്ത് ഞാൻ ആദ്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ പുറപ്പെടുമ്പോൾ നിയ്യത്ത് വെക്കണം. എന്താ അറിയോ? നമ്മൾ മുസാഫിരിങ്ങളാണ്. എവിടക്കാ? മിന, അറഫ, മുസ്ദലിഫ, മക്ക കഴിഞ്ഞ് തിരിച്ചെത്തുന്ന മക്ക. എന്താണ് നമ്മള് ഇവിടുന്ന് മദീനത്ത് പുറപ്പെടുക, മക്കത്തൊക്കെ തവാഫിനില്ലും, ഖുദൂമിന്റെ തവാഫിന് നമ്മൾ യാത്ര അവസാനിക്കൂല. നമ്മൾ ഷറഫിയയിലോ അവിടെ എവിടെയൊക്കെ താമസിക്കും, യാത്ര അവസാനിക്കൂല. മിനയിൽ പോകും, മുസാഫറാണ്. മുസ്ദലിഫിൽ പോകും, മുസാഫറാണ്. അറഫയില് മുസാഫറാണ്. അപ്പൊ മുസാഫറിന്റെ അമൽ ചെയ്യാം പ്രൈവറ്റ് സംഘക്കാർക്ക്. ഗവൺമെന്റിൽ പോകുന്നവര് മക്കത്തൊന്ന് ഇഹ്റാം കെട്ടി അവർ പുറപ്പെടുമ്പോൾ അവർ ഹജ്ജ് കഴിഞ്ഞ് മാസം 14 തന്നെ മദീനത്തേക്ക് പോണവരാണ്, അല്ലെങ്കിൽ 15 തന്നെ പോണവരാണ് എങ്കിൽ മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് നിയ്യത്ത് വെക്കാം. എന്നാലും അവർക്ക് ഒരു മൗലിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ, പറഞ്ഞു തരാൻ പറ്റിയ ഒരു അമീറിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ അവർക്ക് ജമ്മും കസറുവാക്കാൻ ഫിഖ്ഹിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. ചോദിക്കാൻ എത്ര മൗലിയാക്കന്മാരുണ്ട് അവിടെ? ഒരു വിഷമവും വേണ്ട, നിങ്ങളാണ് ചെയ്തോളി. അത് അനുകരിക്കാനുള്ള സാധാരണ പതിവ് അങ്ങനെ തന്നെയാണല്ലോ. മുസാഫർ അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ്. ഫിഖ്ഹിൽ നിൽക്കുന്നവരാണെങ്കിൽ, ഫിഖ്ഹ് വിട്ട് കളിക്കുകയാണെങ്കിൽ, ഹദീസ് കൊണ്ട് കളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കതിന് അർഹതയില്ലല്ലോ. അള്ളാഹിന്റെ റസൂല് ചെയ്തതല്ലേ, പിന്നെന്താ നമുക്ക് ചെയ്താൽ? അതേ അള്ളാഹിന്റെ റസൂൽ മുസാഫറായിരുന്നു. നഹ്നു ഖൗമുൻ സുഫറുൻ ഫൽയുതിമ്മു മൻ അഖാമ ഫൽയുതിമ്മു എന്ന് ഹദീസിലില്ലേ? ഞങ്ങൾ യാത്രക്കാരാണ്, ആരാണോ മക്കത്ത് മുഖീമുകൾ അവർ പൂർത്തിയാക്കി നിസ്കരിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് അറഫയില് പ്രഖ്യാപിച്ചതല്ലേ അത്. ഞങ്ങൾ ഗവൺമെന്റ് പോണവരല്ലേ? ആളുകൾ ഇങ്ങനെ വണ്ടാടിയാളൊക്കെ കാണുമ്പോൾ കളിയാക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് തിരിച്ചു. അതേന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ നമ്മൾക്ക് അനുഭവിക്കുന്നതാണ്. നമ്മളവിടുന്ന് മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ഇതെന്ത് നിസ്കാരം? അള്ളാഹിന്റെ റസൂല് മുസ്ദലിഫിൽ പോയിട്ടല്ലേ നിസ്കരിച്ചത്? മതി. ആ നിസ്കരിച്ച അത് പറയുന്നിടത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തുമ്പോഴത്തേനും ഖളാവൂന്ന് ധാരണ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നിസ്കരിച്ച് പോയിക്കോന്ന് ഫിഖ്ഹിലൊക്കെ ഉള്ളതല്ലേ. പക്ഷെ അതറിയാത്ത ആളുകളുണ്ടല്ലോ, ഇത് മാത്രം കേവലം പഠിച്ചു വന്നവര് എന്ത് നിസ്കാരാണ്, ക്യാ ഹേ ക്യാ നമാസ് ഹേ, മഗ്‌രിബ് തോ ഉദറിന്റെ പടയെങ്കിൽ ഇത് തന്നെ പറഞ്ഞുകൊടുക്കും. വേറെ ചോദ്യം? അത് ഞാൻ ഒന്ന് പോകുകയാണെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് പെരുന്നാൾ തന്ന് 7, 3 ദിവസം 21 വീതം, അപ്പൊ 63, 7, 70 എണ്ണം മതി. അത് 5-6 വേണമെങ്കിൽ എടുത്തോട്ടെ, കുഴപ്പമില്ല. ബാക്കിയുള്ളത് ഹറാം അവിടെ തന്നെ ഇട്ട് പോരണേ ഉള്ളൂ. ബാഗിൽ വെച്ചുകൊണ്ട് കൊണ്ടുവരരുത്. അത് ആർക്കെങ്കിലും കൊടുക്കുക. ഇനി മുസ്ദലിഫിൽ കല്ലെടുക്കാൻ പറ്റിയില്ല, എവിടെ നിന്ന് എടുത്താലും മതി. ഹറമ് നാകണം, മിനയിൽ എടുത്താലും മതി, ആരെയും കൊടുത്താലും മതി. എറിഞ്ഞിട്ട കല്ലാകരുത്, നജസുള്ള സ്ഥലത്തുള്ള കല്ലാകരുത്, ഇത്രയേ ഉള്ളൂ. വലിയൊരു മുട്ടൻ കല്ലെടുത്തിട്ട് എറിഞ്ഞ് ഉടച്ച് ചെറിയ ചെറിയ പീസുകളാക്കി അതും പാടില്ല. പിന്നെ ഒരു ആചാര്യർക്ക് ഭയങ്കര ബേജാറ്, എല്ലാവർക്കും പാടെ കല്ലവിടെ എന്താ തികയോന്ന്, അതും ബേജാറ് വേണ്ട, അവിടെ ഉണ്ടാവും. അല്ല ചോദ്യം വരട്ടെ. തവാഫിലെ ഉളു നിർബന്ധമാണല്ലോ. അപ്പൊ അത് ഉളും പെണ്ണുങ്ങളെ തൊട്ടാ ഉളു മുറിയാന്നുള്ള വിഷയത്തിൽ അത് കുറച്ച് കെണീസ് പിടിച്ച. അതെ, ഓതൊന്ന് എടുക്കാം നമ്മൾ ആദ്യം അല്ലേ? ഒന്ന് ഓതം എടുക്കാം നമ്മള്. മുൻകൈ രണ്ടും കഴുകി, പറയേ വായിൽ വെള്ളം കൊപ്പിളിച്ച്, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റലുമില്ല, ചീറ്റലുമില്ല, രണ്ടും ചെയ്ത് മുഖം കഴുകി, പറത് കൈ രണ്ടും കഴുകി, മുട്ടുൾപ്പെടെ കഴുകി, തല തടവി, തല എന്നറിയട്ടെ. ഓ, നിങ്ങൾ മുഴുവൻ തന്നെ എല്ലാപ്പോഴും തടകല്. സാധാരണ നമ്മൾ എങ്ങനെ തടകല്?
ഒന്നിനെ തോണ്ടിപ്പോവും അല്ലേ? ആ, തല തടവി, പിന്നെ ചെവി തടവി, പിന്നെ കാൽ രണ്ടും കഴുകി. ഇതാണല്ലോ വുളു. ഇത് ഷാഫിയിലും ഇങ്ങനെ തന്നെയാണ്, ഹനഫിയിലും ഇങ്ങനെ തന്നെയാണ്, എല്ലാ മദ്ഹബിലും ഇങ്ങനെയാണ്, 4 ഫിഖ്ഹിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഹനഫി ഫിഖ്ഹില് തടവുക എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിങ്ങനെ വെക്കണം, ഒരു വിരൽ വെച്ചാൽ പോരാ, വെച്ചിട്ടൊന്ന് ഇമ്രാർ ചെയ്യണം. അത് നടത്തുമ്പോൾ തലയുടെ 4/4 ഭാഗമെങ്കിലും തടകണം എന്നതാണ്. നമ്മുടെ ഫിഖ്ഹിൽ അത് മിടുക്കായ സുന്നത്തുമാണ്. അപ്പൊ ഞാൻ ഹനഫി ഫിഖ്ഹ് പ്രകാരം വുളു ഉണ്ടാക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് വുളു അങ്ങോട്ട് ഇത് മുഴുവൻ തടകി കൈയും കാലൊക്കെ തേച്ചരച്ച് കഴുകി വുളു ഉണ്ടാക്കിയാൽ ഷാഫിയിലും ഒത്ത് ഹനഫിയിലും ഒത്ത്. വേണ്ട, ആണ്ട് പോണ്ട. എവിടെ? ഇല്ല, ഒന്നുമില്ല. അവിടെ മാലിക്കൊന്നും നമ്മൾ നോക്കണ്ട. അല്ല, അതെന്തോ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നൊരു മസാല പറയണം. ആ, എന്നിട്ട് ഇനി വുളു മുറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ആ, അന്യവരും ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ഷാഫിയിലും ഹനഫിയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അന്യവരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഹനഫിയിലും ഷാഫിയിലും അങ്ങനെ തന്നെയാണ്, 4 മദ്ഹബിലും. അന്യവരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഷാഫിയിലും അങ്ങനെയാണ്, ഹനഫിയിലും അങ്ങനെയാണ്. പിന്നെ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബിൽ തൊട്ടാ മതി, ഒരു പെണ്ണും ആണും തമ്മിൽ തൊട്ടാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ തൊട്ടാൽ മുറിഞ്ഞു. ഹനഫിയിലോ തൊട്ടത് കൊണ്ട് മുറിയൂല, വിചാര വികാര ഉദ്ദീപനത്തോടെയാണോ തൊട്ടത് എന്നാ മുറിയും. ശഹ്വത്തോടു കൂടി തൊട്ടാലേ മുറിയുള്ളൂ ഹനഫിയിൽ. ഈ ഒരു വ്യത്യാസമാണ് ഉള്ളത്. ആണും പെണ്ണും തൊട്ടാൽ വുളു മുറിയൂല എന്നൊരു മദ്ഹബിലുമില്ല. അത് 4 ഫിഖ്ഹിന്റെ മദ്ഹബും 4 ഫിഖ്ഹിയും പറയുന്ന കിതാബ് എടുത്ത് നോക്കണ്ടേ. അപ്പൊ നമ്മൾ ഒരു പെണ്ണ് നമ്മളെ കാലും ഇങ്ങോട്ട് കയറി ചവിട്ടി, നമ്മൾ അങ്ങോട്ട് പോയി തട്ടിപ്പോയി, ഇതൊക്കെ ഇപ്പൊ ശഹ്വത്തോടു കൂടിയാ? അല്ല. അപ്പൊ ആ നിലക്ക് ഈ മസാല പ്രകാരം വുളു ഉണ്ടാക്കിയാൽ ആ നിലക്ക് വെച്ച് നമുക്കത് സ്വീകരിക്കാം. ഒന്ന്, അങ്ങനെ വളഞ്ഞു മൂക്കൊന്നും പിടിക്കണ്ട. ഷാഫി ഫിഖ്ഹിൽ തന്നെ ആണും പെണ്ണും തമ്മിൽ തൊടുക എന്ന് പറഞ്ഞിടത്ത് ഞാൻ മൂപ്പരെ തൊട്ടാൽ ഞാൻ ലാമിസ്, മൂപ്പര് മൽമൂസ്. തൊട്ടത് ഞാനാണ്, മൂപ്പരാണ് തൊടലിന് വിധേയമായ മൽമൂസ്, തൊടപ്പെട്ടവൻ. മൽമൂസിന്റെ വുളു മുറിയൂല. അപ്പൊ ഏതെങ്കിലും പെണ്ണിന്റെ കാലുമ കയറി ചവിട്ടി, എന്നെ പിടിച്ച് ഉന്തി, എന്റെ അവിടെ കൈ വെച്ചിങ്ങനെ നടന്ന്, ഏതോ ഒരു തള്ളയാണ്, ഇതൊന്നും അവരെ വുളു മുറിയൂന്നല്ലാതെ നമ്മളെ മദ്ഹബിൽ തന്നെ നമ്മളെ വുളു മുറിയില്ല. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദൊക്കെ ഇതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ഫിഖ്ഹ് വിട്ട് കളിക്കണ്ട, നമ്മളെ മദ്ഹബിൽ തന്നെ അതിന് വകുപ്പുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ച് സ്വീകരിച്ചാൽ മതി. അപ്പൊ അത് കഴിഞ്ഞോ? ഇനി അടുത്ത മൂപ്പരെടുക്കാം. അത് കഴിഞ്ഞോ? ഇതാണ് ഇപ്പൊ തവാഫിൽ ശ്രദ്ധിക്കേണ്ട വുളു മുറിയുന്ന കാര്യം, പ്രധാനപ്പെട്ടത്. ഇനി മൂപ്പർ ചോദിച്ചത് ആർത്തവ സമയത്ത് പെണ്ണങ്ങോട്ട് പോകാനേ പാടില്ല. ആർത്തവമുള്ള പെണ്ണ്, ഇവിടുന്ന് ഒരു പെണ്ണ് ഉംറക്കോ ഹജ്ജിനോ പോയി, അങ്ങനെ അവള് ബേജാറും വെപ്രാളും വിഷമവും, ചുരുക്കത്തിൽ പറയാ ഇവിടുന്ന് ഡോക്ടറെ കണ്ട് മരുന്നോ പ്രൊട്ടക്റ്റൊക്കെ ചെയ്തിരുന്ന് അതൊന്നും നടന്നില്ല. അവസാനം അവൾക്ക് ബ്ലഡ് വരാൻ തുടങ്ങി. എന്നാൽ പിന്നെ അത് നിലക്കാതെ ഹറം പള്ളിയിൽ പ്രവേശിക്കൽ കടുത്ത ഹറാമാണ്, പോകരുത്. പുറത്തെവിടെയെങ്കിലും ഐറ്റങ്ങൾ ഇരിക്കുക. അറഫയിലോ മിനായിലോ മുസ്ദലിഫയിലോ ഹജ്ജിന്റെ ഒരു അമലിനും അത് തടസ്സമല്ല. തവാഫ് ചെയ്യാൻ പോണമെന്നുണ്ടെങ്കിൽ ശുദ്ധി വേണം. ആ ശുദ്ധി വന്നതിന് ശേഷം തവാഫ് ചെയ്യുക. എന്നാലും വേണ്ടത് എപ്പോഴാലും വേണ്ടിയില്ല. അതുവരെയും കാത്തിക്കണം. ശരീരഭാരം കാരണം ഉംറ ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് ജീവിച്ചിരിക്കെ മറ്റൊരാളെ കൊണ്ട് തനിക്ക് വേണ്ടി ഉംറ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതായത് യാത്ര ചെയ്യാനും ഇവിടുന്ന് വിമാനത്തിൽ കയറി യാത്ര ചെയ്ത് മക്കത്തെത്താനും
മക്കത്തെത്തിയിട്ട് തൻ്റെ തടി കൊണ്ട് പരസഹായം സ്വീകരിച്ചിട്ടെങ്കിലും ചെയ്യാൻ, പരസഹായത്തിന് പല മാർഗമുണ്ടല്ലോ ഇപ്പം. വണ്ടിയുണ്ട്, ഇതുണ്ട്, ഉന്തന വണ്ടിയുണ്ട്, വീൽ ചെയറുണ്ട്. ഇങ്ങനെ പരസഹായം സ്വീകരിച്ചിട്ടെങ്കിലും ആ കർമ്മം സ്വന്തം തടി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വിധം അവശരോഗിയാണോ പറ്റും, ഇല്ലെങ്കിൽ പറ്റൂല. ഉദാഹരണം, വാളം പിടിച്ച് കിടക്കുകയാണ്, കുഴഞ്ഞ് കിടക്കുകയാണ്, ഒരു നിർവാഹമില്ല, എന്നാ പറ്റും. ഉസ്താദ് നമ്മൾ എന്താണ് ആദ്യത്തെ ഏറ് കഴിഞ്ഞ് വലിയ ജംറയിൽ ഫസ്റ്റ് ഏറ് തീർന്നു, നമ്മൾ മുടി മുറിച്ചു, തലുലായി ആഫ്. പിന്നെ ഈ 11, 12, 13 അതും കഴിഞ്ഞിട്ട് പോയാൽ മതി. ആ തവാഫിന് സഹിക്കും. കറാഹത്താണെന്നുള്ളൂ, എപ്പോൾ ചെയ്താലും മതി. ആ ദിവസത്തിനുള്ളിലാണ് അഫ്ളൽ. ഏറ്റവും അഫ്ളൽ പെരുന്നാളിൻ്റെ അന്നാണ്. പിന്നെ സുന്നത്ത് ഈ കറാഹത്തില്ലാതെ ചെയ്യാൻ അയ്യാമത്ത് ഷെയ്ഖിന്റെ മാസം 13 അവസാനിക്കുന്നതിന് മുമ്പ്, 13 അവസാനിച്ച് 14, 15, 16 പോയി നിൽക്കുക. തവാഫ് കൂടും, ഫർളായ തവാഫായി, ഹജ്ജ് പൂർത്തിയാകും. അതിന് പിന്തിപ്പിച്ചതിന് കറാഹത്തുണ്ട്. സഹി നേരത്തെ ചെയ്തു വെക്കാത്ത ആളാണെങ്കിൽ ഇപ്പൊ ചെയ്യണം, തവാഫും സഹിയും ചെയ്യണം. ആ കല്ലേറിൻ്റെ അവിടെ ആ രണ്ടും പറ്റും. അയാൾ ഏറ് എറിഞ്ഞിട്ടും പറ്റും, അല്ലാതെയും പറ്റും, ആർക്കും പറ്റും. ഹാജിയാണെങ്കിൽ അയാളെ കല്ലേറിന് മുമ്പ് തന്നെ ഇതെറിയാ, എന്നിട്ട് ചെയ്യാം, ആർക്കും പറ്റും. അത് ഈ സഹി എന്ന് പറഞ്ഞപ്പോ ആദ്യം സഹി ഏതാണ്? നമ്മൾ ഉംറ ചെയ്തു ഒരു സഹി, അതായത് നേരത്തെ ഉസ്താദ് മുമ്പ് ചോദിച്ചല്ലോ, ഞാൻ കേട്ടില്ല. അതായത് ഇവിടുന്ന് നമ്മൾ ഹജ്ജിന് ഇഹ്റാം കിട്ടിയാ പോണത്, അല്ല അല്ലെങ്കിൽ പറട്ടെ പോണത്. അപ്പൊ എന്താ, ഇഫ്രാദായ ഹജ്ജാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് സംഘത്തിൽ പോയിട്ട് മദീനത്ത് പോയി, മദീനത്ത് നിന്ന് ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ടാ വരുന്നത്. അങ്ങനെ വരുമ്പോ ആ വരുന്ന ഹജ്ജിന് ഇഹ്റാം കെട്ടി മക്കത്തേക്ക് വരുന്ന ആൾക്ക് ഖുദൂബിന്റെ സുന്നത്തായ തവാഫ് ഉണ്ട്. ആ തവാഫ് കഴിഞ്ഞാൽ ഹജ്ജിന്റെ സഅയ് അഡ്വാൻസ് ആയി ചെയ്തു വെക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഗവൺമെന്റിലൊക്കെ പോകുമ്പോൾ നേരെ മക്കത്തേക്കാ പോവാ. അവിടെ നമ്മൾ ഉംറ ചെയ്ത് നോർമലി ഉംറ സായൊക്കെ കഴിഞ്ഞ് മുറിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജിന് പോവാ. നമ്മള് റൂമിൽ തന്നെ ഏറാൻ കെട്ടിയാണ്ട്, അപ്പൊ ഇവിടെ ആദ്യത്തെ ഏറ് കഴിഞ്ഞ് ഹാഫ് തല്ലൂലയിക്കണം നമ്മള്. ഇനി 11, 12, 13 കഴിഞ്ഞിട്ട് പോയി കണ്ട് താഫ് സൈൻ മതി. അപ്പൊ കറാത്തുണ്ടാ? അതുണ്ട്. 13 കഴിഞ്ഞാൽ കറാഹത്ത്, അതിന് മുന്നേ പോയി ചെയ്യണം. അതാണ് അഫ്ളൽ. സൗകര്യം പോലെ കൊണ്ടുപോകും. ഗവൺമെന്റിന്റെ ഉള്ള ആളുകൾക്ക് ഉപദേശിക്കാൻ ആളുണ്ടാവുമല്ലോ. ശരി, 12 വൈകുന്നേരം ആകുമ്പോ മഗ്‌രിബിന് മുമ്പ് പോരുന്നവർക്ക് പോരാന്ന് പറയുമ്പോ 13 എറിയണ്ടേ? വേണ്ട, 13 രാപ്പാർക്കണമില്ല, എറിയണമില്ല. അത് ഖുർആൻ ഒരു ഇളവ് കൊടുത്തതാ. 13 പിന്നെന്താണ് എറിയണത്? എറിയണില്ലാച്ച എറിയാലാണ് അഫ്ളൽ, പൂർണ്ണത അങ്ങനെയാണ്. ഒരാൾക്ക് വേഗം പോരണം, അയാൾ ടിക്കറ്റ് അന്ന് രാത്രിയാണ്, പക്ഷെ എന്നാ ചെയ്യാം. അത് വേണ്ട, അഡ്വാൻസ് എയർ വേണ്ട. അപ്പൊ ആ കല്ലവിടെ ഒഴിവാക്കി പോരാ. പക്ഷെ മഗ്‌രിബിന് മുമ്പ് പോരണം അല്ലേ? മഗ്‌രിബിന് മുമ്പ് മിനയുടെ അതിർത്തി വിടണം. മിനയിൽ തന്നെയാണ് പോരാൻ നെയ്യത്ത് വെച്ച് ബസ് കയറിയിരുന്ന് ബസ് പാലത്തും ഇങ്ങനെ നിൽക്കുകയാണ്. മിനയിലാണ്, മഗ്‌രിബായി പോയി, അതിന് കുഴപ്പമില്ല, യാത്രയുടെ തുടക്കത്തിലാണ്. ഇനി നമ്മൾ അടയാളം വെച്ചാലോ? എങ്ങനെ? അതൊക്കെ അന്ധവിശ്വാസമാണ്. നമ്മളെ ഫുഖഹാ അതിന് മുഴുവനും മറുപടി പറഞ്ഞിട്ടുണ്ട്. കഅബ ശരീഫ് നിൽക്കുന്നതിൻ്റെ അന്തരീക്ഷത്തിൽ ഹെലികോപ്റ്ററിൽ കയറി തവാഫ് ചെയ്താലും തവാഫ് സഹിയാവും. തുഹഫ എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അടി തവാഫ് ചെയ്ത്, മുകളിൽ തവാഫ് ചെയ്ത്, ആകാശത്ത് മുട്ടുന്നവരും പള്ളി പൊക്കി അവിടെ തവാഫ് ചെയ്ത്, അവിടെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ പിന്നെ ഈ മുകളിലൊക്കെ എത്തുമ്പോൾ ഏങ്കോണിപ്പൊക്കെ വരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. സഹയിലങ്ങനെ പ്രശ്നമുണ്ടോ? സഹയിലോട് ചെയ്ത എല്ലാം അങ്ങനെ തന്നെ. ഭൂമിൻ്റെ, അതായത് സഫ ഒരു കുന്ന്, മർവ ഒരു കുന്ന്, ഈ 2 കുന്നിൻ്റെ ഇടയിൽ താഴത്താകട്ടെ, ഫസ്റ്റ് ഫ്ലോറിലാകട്ടെ, സെക്കൻഡ് ഫ്ലോറിലാകട്ടെ, അന്തരീക്ഷ വായുവിലാകട്ടെ നടന്നാൽ മതി. തവാഫ് ചെയ്യുമ്പോൾ
തവാഫ് എന്താന്ന് നമ്മൾ വിശദമായി പറഞ്ഞിട്ടില്ല കേട്ടോ. കഅബ ഷരീഫ് എന്ന ഇതാ ഇപ്പം ഈ ടേബിള് കഅബ ഷരീഫാന്ന് വെച്ചോളൂ. എന്നാൽ ഹജറുൽ അസ്വദിന്റെ മൂല കിഴക്ക് മൂലയാണ്, തെക്ക് കിഴക്ക് മൂലയിൽ ഹജറുൽ അസ്വദ്. ഇതല്ലേ കിഴക്ക്? പടിഞ്ഞാറ് ഏതാ? പടിഞ്ഞാറ് ഇങ്ങോട്ട്, ഇതാണ് കിഴക്ക്. അപ്പം ആ മൂല അതാണ് തെക്ക് കിഴക്ക് മൂല, അവിടെയാണ് ഹജറുൽ അസ്വദ്. വാതിൽ കിഴക്കോട്ടാണ് കഅബത്തിന്റെ. അപ്പം നമ്മൾ ആ മൂലയെന്ന് കൈ ഇങ്ങനെ കാണിച്ച് തക്ബീർ ചൊല്ലി നിയ്യത്ത് വെച്ച് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ വടക്കു ഭാഗത്ത് ഒരാളുടെ ഉയരത്തിൽ ഒരു മതിൽ ഇങ്ങനെ കെട്ടിയതായിട്ട് കാണാം. അതിനുള്ളിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഹഖീം, ഹിജർ ഇസ്മായിൽ എന്നെല്ലാം പറയുന്നത്. അതിൻ്റെ ആ ഭിത്തി കെട്ട് ഇതിൻ്റെ ഉള്ളിൽപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അതുമ്മൽ കൈവച്ച് നടക്കരുത് എന്നതാണ് മസാല. അതാണ് മുപ്പര പറഞ്ഞത്. നമുക്ക് കൈവെക്കാതെയും ചാരാതെയും തൊടാതെയും നടക്കുമ്പോഴേ കഅബയെ തവാഫ് ചെയ്തു, കഅബയെ ചുറ്റി എന്ന് പറയുകയുള്ളൂ. അങ്ങനെ തവാഫിന് വല്ല തകരാറും ഒരാൾക്ക് വന്നാൽ എന്ത് ചെയ്ത് എവിടുന്നോ ഒന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ജോയിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കിൽക്ക് നിന്ന് ജോയിന്റ് ചെയ്ത എണ്ണം പൂർത്തിയാക്കുക. അല്ലെങ്കിൽ അങ്ങനെ നിബന്ധന തെറ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരെണ്ണം എണ്ണത്തിൽ കൂട്ടാതെ ഒന്നുകൂടി എക്സ്ട്രാ ചെയ്യുക.